ഹലോ എവ്രി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IBPS RRB PO ക്ലർക്ക്, അതേപോലെ തന്നെ SBI ക്ലർക്കിനും കൂടി വേണ്ടിയിട്ട് SBI ക്ലർക്കിന്റെ റിസൾട്ട് റിലീസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ SBI ക്ലർക്കിനോട് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓരോ പാർട്ടിലും 100 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത്. മുന്നേ ഒരു പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. നമ്മൾ ഓരോ മന്ത് വൈസ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സോ മെയ് ജൂൺ എന്ന് പറയുന്ന ഈ മാസങ്ങളിലെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഏതായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എയർലൈൻ കാരിയർ ഗോ എയർ ഹാസ് റീബ്രാൻഡഡ് itself to become ultra low cost carrier amid COVID-19 pandemic. What is the new name of the company? അപ്പൊ ഗോ എയർ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു എയർ സർവീസ് ആണ് ഗോ എയർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പേര് മാറ്റി എന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. റീബ്രാൻഡഡ് ഇറ്റ്സെൽഫ് ടു ബിക്കം അൾട്രാ ലോ കോസ്റ്റ് കാരിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ പേര് മാറ്റി എന്നുള്ളതാണ്. ആ പുതിയ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോ ജെറ്റ് ആണോ, ഗോ ഫസ്റ്റ് ആണോ, ഗോ അലയൻസ് ആണോ, ഗോ ഇന്ത്യ ആണോ, ഫസ്റ്റ് ഗോ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഗോ ഫസ്റ്റ് എന്നാണ്. അപ്പം എന്താണ് ഗോ എയർ എന്നുള്ളത് ഗോ ഫസ്റ്റ് ആയി. ഗോ അവിടെ തന്നെ ഉണ്ട്, എയർ മാറിയിട്ട് ഫസ്റ്റ് ആയി. അതായത് ഇവർക്കിപ്പോ ഒരു മോട്ടോ ഉണ്ട്, അതായത് യു കം ഫസ്റ്റ് എന്നാണ് ഇവരുടെ മോട്ടോ. ഓക്കെ, യു കം ഫസ്റ്റ്. അപ്പൊ ആ മോട്ടോ ആലോചിച്ചാൽ മതി, ഫസ്റ്റ് എന്നുള്ള വാക്കാണ്. അപ്പൊ ഇവിടെയും ഗോ ഫസ്റ്റ് എന്നാണ് ആ ഒരു റീബ്രാൻഡ് ചെയ്ത്. അത് ഈ ഗോ എയർ വാഡിയ ഗ്രൂപ്പിന്റെ എയർലൈൻ കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു ഗോ എയർ ഗോ ഫസ്റ്റ് ആയിട്ടാണ് റീബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? Malarkotla has been declared. Malarkotla has been declared as the new district of which state recently? അപ്പൊ പുതിയൊരു ഡിസ്ട്രിക്റ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഡിസ്ട്രിക്റ്റിന്റെ പേരാണ് മലർകോട്ട്ല. അപ്പൊ ഈ മലർകോട്ട്ല എന്നുള്ളത് ഏത് സ്റ്റേറ്റിലെ പുതിയൊരു ഡിസ്ട്രിക്റ്റ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഞ്ചാബ് സ്റ്റേറ്റിലെ പുതിയൊരു ഡിസ്ട്രിക്റ്റ് ആണ്. 23rd ഡിസ്ട്രിക്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പൊ 23 ഡിസ്ട്രിക്ട് ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ മലർകോട്ട്ല എന്നുള്ളത് 23rd ഡിസ്ട്രിക്ട് ആണ്. ഇപ്പൊ പഞ്ചാബിന്റെ CM ആയിട്ടുള്ള അമരീന്ദർ സിംഗ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ CMന്റെ പേര് ഓർത്തിരിക്കുക, അമരീന്ദർ സിംഗ് എന്നാണ്. സോ പഞ്ചാബിന്റെ CM ആയിട്ടുള്ള അമരീന്ദർ സിംഗ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മലർകോട്ട്ല എന്നുള്ളത് പഞ്ചാബിലെ പുതിയൊരു സ്റ്റേറ്റ് ആണ്. അതായത് 23ാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസ് ആണ്. അപ്പൊ മലർകോട്ട്ല പഞ്ചാബ് എന്നിങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പഠിച്ചോളുക. സോ ലെറ്റ്സ് ഗോ ടു തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് 2022 വുമൻസ് റഗ്ബി വേൾഡ് കപ്പ്? അപ്പം വിമൻസ് എന്നുള്ളത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തോളുക. വുമൻസ് റഗ്ബി വേൾഡ് കപ്പ്. അപ്പൊ ഈ ഒരു വേൾഡ് കപ്പ് എവിടെയാണ്, ഏത് കൺട്രിയാണ് 2022 ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ന്യൂസിലൻഡ് ആണ് ഈ ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുക. ഓൾറെഡി ഈ വർഷം, അതായത് 2021 നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ടൂർണമെന്റ് ആണിത്. ബട്ട് ഈ ഒരു COVID-19 ഇങ്ങനെ ഇത്രയും വലിയ ഒരു രീതിയിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് 2022 പോസ്റ്റ്പോൺ ചെയ്യുവാണ് ഉണ്ടായത്. അപ്പൊ ന്യൂസിലാൻഡ് ആണ് വുമൻസ് റഗ്ബി വേൾഡ് കപ്പിന്റെ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. 2022 ഏകദേശം ഈ ടൈമിൽ തന്നെ ആയിരിക്കും അത് നടക്കുക എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഈസ് ദി ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്തിന് ടു ജോയിൻ ദ ഗ്ലോബൽ കോവാക്സ് അലയൻസ്? അപ്പൊ ഈ കോവാക്സ് അലയൻസ് എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഓഫ് പലരും അതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. COVID-19 വാക്സിൻ ഗ്ലോബൽ ആക്സസ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് COVID-19 വാക്സിൻ ഗ്ലോബൽ ആക്സസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിലെ കോവിഡിന്റെ വാക്സിന്റെ ഷോർട്ടേജ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനും മറികടക്കാനും ഒക്കെ ആയിട്ടാണ് ഇതിലേക്ക് ആൾക്കാർ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഗ്ലോബൽ കോവാക്സ് അലയൻസ് ആണ്. കോവാക്സ് എന്ന് പറഞ്ഞല്ലോ, കോവിഡ് വാക്സിൻ ഗ്ലോബൽ ആക്സസ് ആണ് ആ വാക്സിന്റെ. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. പഞ്ചാബ് ആണ് അതിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ പഞ്ചാബിന്റെ തന്നെ മറ്റൊരു ന്യൂസ് നമ്മൾ പറഞ്ഞിരുന്നു, മലർകോട്ട്ല എന്നുള്ള പുതിയ ഡിസ്ട്രിക്റ്റിന്റെ കാര്യം. അതേപോലെ തന്നെ ഈ ഗ്ലോബൽ കോവാക്സ് അലയൻസിലും ജോയിൻ ചെയ്തിരിക്കുന്നത് പഞ്ചാബ് തന്നെയാണ്. പഞ്ചാബിന്റെ CM അമരീന്ദർ സിംഗ് നേരത്തെ പറഞ്ഞിരുന്നു, നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ഫിഫ്ത് ക്വസ്റ്റ്യൻ.
സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Who has been chosen as the People's Advocate of the UN Climate Change Conference COP26? ഓർത്തിരിക്കുക, COP26 ഇതെന്താണ്? UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ആണ്. ഇതിൽ പീപ്പിൾസ് അഡ്വക്കേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് നവംബർ 2021 ഇത് നടക്കുക, ഗ്ലാസ്ഗോയിൽ വെച്ചിട്ട്. അപ്പൊ ഈ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ട് നടക്കുന്ന ഇതിൽ പീപ്പിൾസ് അഡ്വക്കേറ്റ് ആയിട്ട് ചൂസ് ചെയ്തത് ആരെയാണ് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഡേവിഡ് അറ്റൻബറോ. അറ്റൻബറോ, എങ്ങനെ വേണേലും ഇത് പ്രൊനൗൺസ് ചെയ്യാം. ഡേവിഡ് അറ്റൻബറോ ആണ്. ഇദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ ആണ്. അതേ കൂടാതെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ ഒരു ഹിസ്റ്റോറിയൻ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൊഫഷൻ. അപ്പം ഈ ഒരു ഡേവിഡ് അറ്റൻബറോ എന്ന് പറയുന്ന ഈ ഒരു ഹിസ്റ്റോറിയൻ ആണ് പീപ്പിൾസ് അഡ്വക്കേറ്റ് ആണ്. അപ്പൊ ഒരു ഹിസ്റ്റോറിയൻ അഡ്വക്കേറ്റ് ആയി എന്ന് കരുതുക. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP26 പീപ്പിൾസ് അഡ്വക്കേറ്റ് ആയിട്ടാണ് ഡേവിഡ് അറ്റൻബറോ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു കോൺഫറൻസ് ഓർത്തിരിക്കുക, COP26. ഡേവിഡ് അറ്റൻബറോ എന്ന് പറയുന്ന പേര്, പീപ്പിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ആ ഒരു ടാഗും ഓർത്തിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 6th ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which country was the largest recipient of remittances in 2020 among low income and middle income countries as per the report released by World Bank? അപ്പോൾ വേൾഡ് ബാങ്ക് റിലീസ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിൽ ഏത് കൺട്രിയാണ് 2020 ലാർജസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് റെമിറ്റൻസ് എന്നുള്ള രീതിയിൽ അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സംശയം കൂടാതെ പറയാം, ഇന്ത്യ തന്നെയാണ് 2020 ലാർജസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആലോചിച്ചോളുക, ഇതിനകത്ത് ഒരു കണ്ടീഷൻ ക്ലോസ് കൊടുത്തിരിക്കുന്നത് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിലാണ്. ഇത് ടോട്ടൽ അല്ല. ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിലെ ഏറ്റവും ലാർജസ്റ്റ് റെസിപ്പിയന്റ് ആണ് ഏത് കൺട്രി എന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ വേൾഡ് ബാങ്കിനെ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റിനെയും അതേപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറെയും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് ആണ് ഈ ഒരു വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്. MD ആൻഡ് CFO ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ്. MD ആൻഡ് CFO ഇതെന്ന് പറയുന്നത് അൻഷുല കാന്ത് ആണ്. ഓക്കെ, അൻഷുല കാന്ത് ആണ് ഈ ഒരു MD ആൻഡ് CFO എന്ന് പറയുന്നത്. അപ്പം അത് ഓർത്തിരിക്കുക, അൻഷുല കാന്ത്. അപ്പൊ ഇത് രണ്ടും ഓർത്തിരിക്കുക. അപ്പൊ CFO എന്നുള്ളത് ഓർത്തിരിക്കുക, കാരണം ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ്. അപ്പൊ MD ആൻഡ് CFO അൻഷുല കാന്തും പ്രസിഡന്റ് ഡേവിഡ് മാൽപാസുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 7th ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Who has been appointed as the head coach of the Indian women's national cricket team? അപ്പൊ വിമൻസ് ക്രിക്കറ്റ് ടീം നമുക്കറിയാം, ഒരുപാട് വിക്ടറീസ് നേടിയിട്ടുള്ളതാണ്. ഇപ്പം ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം നല്ലൊരു പോപ്പുലാരിറ്റിയും അതുകൊണ്ട് തന്നെ അതിന് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഹെഡ് കോച്ച് ആയിട്ട് നിയമിക്കപ്പെട്ട ആള് ആരാണ്, അല്ലെങ്കിൽ ആ പ്ലെയർ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. രമേശ് പവാർ ആണ് ഈ ഒരു ഹെഡ് കോച്ച്. ഇന്ത്യൻ വുമൻസ് നാഷണൽ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ച് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് രമേശ് പവാർ ആണ്. രമേശ് പവാർ ഫോർമൽ ഇന്ത്യൻ പ്ലെയർ ആണ്. രമേശ് പവാർ എന്ന് പറയുന്നത് ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുള്ളത് BCCI ആണ്. ഓക്കെ, BCCIയുടെ പ്രസിഡന്റ് അറിയാമല്ലോ, സൗരവ് ഗാംഗുലി ആണ് BCCIയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് നോക്കുക. ജയ്ഷാ ആണ് ഈ ഒരു BCCIയുടെ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈ തന്നെയാണ്. അപ്പൊ BCCIയുടെ 3 കാര്യങ്ങൾ, പ്രസിഡന്റ്, സെക്രട്ടറി ആൻഡ് HQ ഓർത്തിരിക്കുക. ഈ ന്യൂസിനെ പറ്റിയിട്ട്, അതായത് രമേശ് പവാർ എന്ന് പറയുന്ന ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആണ് ഈ ഒരു ഇന്ത്യൻ വിമൻസ് നാഷണൽ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ച് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഗോട്ട് ഇറ്റ്? സോ ലെറ്റ്സ് ഗോ ടു 8th ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Who become the only Indian to the Whiteley Award 2021 for his efforts toward creating biodiversity peace corridor? അപ്പൊ ബയോഡൈവേഴ്സിറ്റി പീസ് കോറിഡോർ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ എഫേർട്ടിന് ഒരു അവാർഡ് നൽകുന്നു. വൈറ്റ്ലി അവാർഡ് 2021 എന്നാണ് ആ ഒരു അവാർഡിന്റെ പേര്. ഈ അവാർഡ് നേടുന്ന ഓൺലി ഇന്ത്യൻ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.
ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വൈ നുക്ലൂഫോം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഒരു കൺസർവേഷനിസ്റ്റ് ആണ് ഇദ്ദേഹം. ഓക്കെ, ഒരു കൺസർവേഷനിസ്റ്റ് ആണ് ആര്? വൈ നുക്ലൂഫോം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനാണ് ഈ ഒരു വൈറ്റ്ലി അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കാം, വൈറ്റ്ലി എന്നുള്ളത് നമ്മൾ വായിക്കുക ഇങ്ങനെ വൈറ്റ്ലി എന്ന് വായിക്കുക. അപ്പൊ വൈറ്റ്ലിയുടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ വൈ ആയിട്ട് കരുതുക. വൈ തന്നെയാണ് ഇവിടെയും സ്റ്റാർട്ടിങ്, വൈ നുക്ലൂഫോം എന്നാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്തിൽ വേണമെങ്കിൽ ഓർത്തിരിക്കാം. അതേപോലെ തന്നെ ഈ വൈറ്റ്ലി അവാർഡിനെ ഗ്രീൻ ഓസ്കാർ എന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ വൈ നുക്ലൂഫോമിനാണ് ഈ ഒരു വൈറ്റ്ലി അവാർഡ് അല്ലെങ്കിൽ ഗ്രീൻ ഓസ്കാർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇദ്ദേഹം എവിടെ നിന്നാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. പേര് കേട്ടിട്ട് ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നില്ലെങ്കിൽ ഇദ്ദേഹം നാഗാലാൻഡിൽ നിന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഓൺലി ഇന്ത്യൻ എന്ന് പറയുന്നത്. അപ്പൊ നാഗാലാൻഡുകാരനാണ് വൈ നുക്ലൂഫോം എന്നുള്ളത്. ഇദ്ദേഹം ഒരു കൺസർവേഷനിസ്റ്റ് ആണ്. വൈറ്റ്ലി അവാർഡ് അല്ലെങ്കിൽ ഗ്രീൻ ഓസ്കാർ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ, ഒരേ ഒരു ഇന്ത്യൻ ആരാണ്? വൈ നുക്ലൂഫോം ആണ്. പീസ് കോറിഡോർ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള എഫേർട്ടിനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 9th ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ക്രൗൺഡ് ആസ് ദി 69th മിസ് യൂണിവേഴ്സ് 2020? വെരി ഇമ്പോർട്ടന്റ് ന്യൂസ്. മിസ് യൂണിവേഴ്സ് 2020 ആയിട്ട് 69ാമത്തെ മിസ് യൂണിവേഴ്സ് 2020 ആയിട്ട് ക്രൗൺ ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ആൻഡ്രിയ മെസ. ആൻഡ്രിയ മെസ മെക്സിക്കോക്കാരിയാണ്. അപ്പൊ ഈ ഒരു മെക്സിക്കോയിൽ നിന്നുള്ള ആൻഡ്രിയ മെസയാണ് 69th മിസ് യൂണിവേഴ്സ് 2020. ഇത് സെലക്ട് ചെയ്തത് ഫ്ലോറിഡയിൽ നടന്ന കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ ഫ്ലോറിഡയിൽ വെച്ചിട്ടാണ്, US ഫ്ലോറിഡയിൽ വെച്ചിട്ട് നടന്ന ഈ ഒരു കോമ്പറ്റീഷനിലാണ് 69th മിസ് യൂണിവേഴ്സിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2020 ആണെന്ന് ആലോചിക്കുക. ആൻഡ്രിയ മെസ ആണ് 2020 മിസ് യൂണിവേഴ്സ്. ഓക്കെ, ഓർത്തിരിക്കുക, ആൻഡ്രിയ മെസ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 10th ക്വസ്റ്റ്യൻ. സോ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Who won the men's single title in the Italia Open Tennis Tournament 2021? അപ്പൊ ഇറ്റാലിയ ഓപ്പൺസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുഴഞ്ഞു പോകാൻ സാധ്യതയുള്ളതുമാണ് ഈ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ്സ്. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് അവസാനം ഓരോരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് അടുത്ത പാർട്സിലൊക്കെ ആയിട്ട് നമുക്ക് പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് ആർക്കാണ് നേടിയത്? അപ്പം ഇറ്റാലിയൻ ആണ്. ഇറ്റാലിയൻ ഓപ്പൺ നേടിയത് ഒരു സ്പാനിഷ് പ്ലെയർ ആണെന്ന് ആലോചിക്കുക. ഓക്കെ, ഇറ്റാലിയൻ ഓപ്പൺ നേടിയത് ഒരു സ്പാനിഷ് പ്ലെയർ ആണ് എന്ന് ആലോചിക്കുക. അപ്പൊ സ്പാനിഷ് ആയിട്ടുള്ളത് ഇതിൽ ആരാണ്? റാഫേൽ നഡാൽ. അതേപോലെ റാഫേൽ നഡാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ചാമ്പ്യൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇറ്റാലിയൻ ഓപ്പൺ നേടിയത് സ്പാനിഷ് ചാമ്പ്യൻ ആണ്, റാഫേൽ നദാൽ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ, വിമൻ സിംഗിളും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു വിമൻ സിംഗിൾ നേടിയത് ഐഗ സ്വിയാടെക് ആണ്. ഓക്കെ, ഐഗ സ്വിയാടെക് ആണ് ഈ ഒരു വിമൻസ്. ഐഗ ആണ് കേട്ടോ, ഐഗ സ്വിയാടെക്. അപ്പൊ വിമൻ സിംഗിൾ നേടിയത് ഐഗ സ്വിയാടെക് ആണ്, ഓർത്തിരിക്കുക. അപ്പൊ മെൻ സിംഗിൾ ആർക്കാണ്? റാഫേൽ നദാലിനാണ്. വിമൻ സിംഗിൾ ഐഗ സ്വിയാടെക്കിനാണ്. ഐഗ സ്വിയാടെക് പോളണ്ടുകാരിയാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളുക, പോളണ്ടുകാരിയാണ് ഐഗ സ്വിയാടെക്. അതേപോലെ തന്നെ സ്പാനിഷ് പ്ലെയർ ആണ് റാഫേൽ നദാൽ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 11th ക്വസ്റ്റ്യൻ. സോ 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The National Digital Financial Infrastructure NADI, നദി എന്ന് വായിക്കാൻ വേണമെങ്കിൽ NADI is the next generation digital financial infrastructure being built by body. ഏത് ബോഡിയാണ് ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഡിജിറ്റൽ ഫൈനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നാഷണൽ ഡിജിറ്റൽ ഫൈനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഥവാ നാഡി എന്നറിയപ്പെടുന്ന ഇത് ബിൽഡ് ചെയ്തത്? ഏത് ബോഡിയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഫൈനാൻഷ്യൽ അവയർനെസ്സിൽ നിന്നും 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കാം മിനിമം. അതുകൊണ്ട് തന്നെ അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, നാഷണൽ ഫൈനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ന്യൂസ്. അപ്പൊ ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള ഉത്തരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി, IDRBT എന്ന് പറയും. ആലോചിക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച്. ഇതിന് ഫുൾ ഫോം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്തിന്? ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച്. എവിടെ?
ബാങ്കിങ് ടെക്നോളജിയിലുള്ള ഡെവലപ്മെന്റിന്റെയും റിസർച്ചിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IDRBT എന്നുള്ളത്. ഇതാണ് ഈ IDRBT ആണ് നദി അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തത് എന്നാണ്. വെരി 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 ഇമ്പോർട്ടന്റ് ന്യൂസ്, നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 12th ക്വസ്റ്റ്യൻ. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മിനി ടി വി ഈസ് എ ന്യൂലി ലോഞ്ച്ഡ് ഫ്രീ വീഡിയോ സ്ട്രീമിംഗ് ഡിവൈസ് സർവീസ്. ദ സർവീസ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ വിച്ച് എൻറ്റിറ്റി? നമ്മൾ ഒരുപാട് വീഡിയോ സ്ട്രീമിംഗ് സർവീസുകൾ ഉണ്ട്, നമുക്കറിയാം. ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ, ഇതെല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഈ മിനി ടി വി എന്നുള്ളത് പുതിയ ഒരു സ്ട്രീമിംഗ് സർവീസ് ആണ്. അതിന്റെ പ്രത്യേകത ഇതൊരു ഫ്രീ വീഡിയോ സ്ട്രീമിംഗ് സർവീസ് ആണ് എന്നുള്ളതാണ്. ഇത് ലോഞ്ച് ചെയ്തത് ആമസോൺ ഇന്ത്യ ആണ്. ഓക്കെ, അപ്പൊ ആമസോണിന്റെ പ്രൈം ഓൾറെഡി ഉണ്ട്, നമുക്കറിയാം, അത് പെയ്ഡ് ആണ്. ആമസോണിന്റെ മിനി ടി വി എന്നുള്ളത് എന്താണ്? അത് ഫ്രീ ആണ്. ഇത് ഫ്രീ സ്ട്രീമിംഗ് സർവീസ് ആണ്, വീഡിയോ സ്ട്രീമിംഗ് സർവീസ് ആണ്. നമ്മുടെ നോർമലായിട്ട് വരുന്ന വെബ് സീരീസുകള്, ചെറിയ 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 ഷോർട്ട് ഫിലിംസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ മിനി ടി വിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആമസോണിന്റെ പ്രൈം പോലെ തന്നെ ആമസോണിന്റെ തന്നെയാണ് മിനി ടി വി എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ സ്ട്രീമിംഗ് സർവീസും. ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 13th ക്വസ്റ്റ്യൻ. അപ്പൊ 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 13th ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് ആയുഷ് ഘർ ദ്വാർ program to keep the home isolated COVID-19 positive patients healthy by practicing yoga. അപ്പൊ യോഗ പ്രാക്ടീസ് ചെയ്ത് ഹോം ഐസൊലേറ്റഡ് ആയിട്ടുള്ള COVID-19 പോസിറ്റീവ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം, അതാണ് എന്ത്? ആയുഷ് ഘർ ദ്വാർ. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് ആണ് ഈ ഒരു ആയുഷ് ഘർ ദ്വാർ എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് എന്തിനാണെന്ന് പഠിക്കുക, ദെൻ അത് ഹിമാചൽ പ്രദേശ് ആണെന്ന് പഠിക്കുക. യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് COVID-19 പോസിറ്റീവ് പേഷ്യൻസിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആയുഷ് ഘർ ദ്വാർ എന്നുള്ളത്. അപ്പം യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആയുഷ് ഘർ ദ്വാർ ഹിമാചൽ പ്രദേശിലാണ് എന്നുള്ളത് ഓർത്ത് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലൂ ഡെവലപ്പ് ചെയ്യുക. ക്ലൂ ഡെവലപ്പ് ചെയ്ത് തന്നെ ഓർത്തിരിക്കുക, ആയുഷ് ഘർ ദ്വാർ റിലേറ്റഡ് ടു ഹിമാചൽ പ്രദേശ്. ആയുഷ് ഘർ ദ്വാർ എന്താണെന്നുള്ളതും ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 14th ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് സിക്കിം എ ഹിസ്റ്ററി ഓഫ് ഇൻട്രിഗ് ആൻഡ് അലയൻസ്? അപ്പൊ സിക്കിമിനെ പറ്റിയിട്ടുള്ള ഒരു ബുക്ക്. ഈ ബുക്കിന്റെ പേര് സിക്കിം എ ഹിസ്റ്ററി ഓഫ് ഇൻട്രിഗ് ആൻഡ് അലയൻസ് എന്നാണ്. അപ്പൊ ഈ ഒരു ബുക്കിന്റെ ഓഥർ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. പ്രീത് മോഹൻ സിംഗ് മാലിക് ആണ് ഇതിന്റെ ഓഥർ. അതൊക്കെ പ്രീത് മോഹൻ സിംഗ് മാലിക്. ഞാൻ വീണ്ടും ഓരോ പേര് ചിലപ്പോൾ 3ഉം 4ഉം പറയുന്നത് നിങ്ങൾക്ക് രജിസ്റ്റർ ആവാനായിട്ടാണ്. സോ നിങ്ങൾ ആലോചിച്ച് തന്നെ ഇരിക്കുക. പ്രീത് മോഹൻ സിംഗ് മാലിക് ആണ് സിക്കിം എ ഹിസ്റ്ററി ഓഫ് ഇൻട്രിഗ് ആൻഡ് അലയൻസ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കിന്റെ ഓഥർ. ഇദ്ദേഹം പേഴ്സണലി ഒരു ഡിപ്ലോമാറ്റ് ആണ്. ഡിപ്ലോമാറ്റ് ആണ്. ചിലപ്പോൾ ഇദ്ദേഹം ആരാണ് എന്നായിരിക്കും ചോദിക്കുക. ഓപ്ഷൻസിൽ പൊളിറ്റീഷ്യൻ അങ്ങനെ പലതും കാണും. അപ്പൊ ഡിപ്ലോമാറ്റ് ആണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു. ഇനിയും ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഹാർപ്പർ കോളിൻസ് ആണ്. ഓക്കെ, ഹാർപ്പർ കോളിൻസ് ആണ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ സിക്കിമിനെ പറ്റിയിട്ടുള്ള ബുക്ക് എഴുതിയത് മാലിക് ആണ്. സിക്കിമിനെ പറ്റിയിട്ടുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത് മാലിക് ആണ്. ഫുൾ നെയിം പ്രീത് മോഹൻ സിംഗ് മാലിക് എന്നാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 15th ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കരീം അബ്ദുൾ ജബ്ബാർ സോഷ്യൽ ജസ്റ്റിസ് ചാമ്പ്യൻ അവാർഡ്. അതായത് കരീം അബ്ദുൾ ജബ്ബാർ സോഷ്യൽ ജസ്റ്റിസ് ചാമ്പ്യൻ അവാർഡ് is a newly created award by which sports league? അപ്പൊ കരീം അബ്ദുൾ ജബ്ബാർ എന്നുള്ള പേര്, കരീം അബ്ദുൾ ജബ്ബാർ, ഈ സോഷ്യൽ ജസ്റ്റിസ് ചാമ്പ്യൻ അവാർഡ് ഏത് സ്പോർട്സ് ലീഗുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ചോദ്യം. ഇതൊരു പുതിയ അവാർഡാണ്. അപ്പൊ ഇത് ഏത് സ്പോർട്സ് മേഖല, അതായത് ഇപ്പൊ നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ആണോ, NHL ആണോ, UFC ആണോ, ലാലിഗ ആണോ, നൺ ഓഫ് ദീസ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത് ആലോചിക്കുക, ബാസ്കറ്റ് ബോൾ എന്ന് എഴുതുക. ഓക്കെ, കരീം അബ്ദുൾ ജബ്ബാർ സോഷ്യൽ ജസ്റ്റിസ് ചാമ്പ്യൻ അവാർഡ്. അപ്പൊ ജബ്ബാർ ബാസ്കറ്റ് ബോൾ കളിക്കുന്നു എന്ന് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് വെക്കുക. ജബ്ബാർ ബാസ്കറ്റ് ബോൾ കളിക്കുന്നു. അപ്പൊ കരീം അബ്ദുൾ ജബ്ബാർ സോഷ്യൽ ജസ്റ്റിസ് ചാമ്പ്യൻ അവാർഡ് എന്നുള്ളത് നാഷണൽ ബാസ്കറ്റ് ബോൾ അസോസിയേഷന്റെ അവാർഡാണ്.
അപ്പം ജബ്ബാർ ബാസ്കറ്റ്ബോൾ കളിക്കുക എന്നിങ്ങനെ രസകരമായിട്ടുള്ള ക്ലൂസ് വെച്ചിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അതർവൈസ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ക്ലൂ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആലോചിച്ച് പോവുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 16th ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which platform in partnership with Department of Higher Education has launched an innovation challenge for creating Indian language learning app? അപ്പൊ ഇന്ത്യൻ ലാംഗ്വേജ് ലേണിംഗ് ആപ്പ്, കുറേ ലാംഗ്വേജസ് പഠിക്കാനായിട്ട് ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കാനായിട്ടൊരു ലേണിംഗ് ആപ്പ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ആരാണ് ടൈപ്പ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. മൈ ജിഒവി. അപ്പൊ മൈ ജിഒവിയും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷനും കൂടിയിട്ടാണ് ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് ആപ്പ്, ഇന്ത്യൻ ലാംഗ്വേജ് ലേണിംഗ് ആപ്പിന് ഈ ഒരു ചലഞ്ച്, അതായത് ഇന്നോവേഷൻ ചലഞ്ച് എന്ന് പറയും. അപ്പൊ ഒരുപാട് പേർക്ക് അത് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷനും മൈ ഗവൺമെന്റും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 17th ക്വസ്റ്റ്യൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് MOTA has signed an MOU with Dash on joint initiative for what? Digital transformation of tribal schools like Ekalavya Model Residential School and Ashram School. അപ്പം ഏകലവ്യ മോഡൽ റെസിഡൻസ് സ്കൂൾ, ആശ്രം സ്കൂൾ ഇങ്ങനെയുള്ള സ്കൂളുകൾക്ക് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് അല്ലെങ്കിൽ MOTA ആരുമായിട്ടാണ് MOU സൈൻ ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആലോചിക്കുക, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. ട്രൈബൽ അഫയേഴ്സിന്റെ സ്കൂളുകളെ ഡിജിറ്റലായിട്ട് ട്രാൻസ്ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ ജയന്റുമായിട്ട് തന്നെയാണ് ഇത് സൈൻ ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം ആലോചിക്കുക. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഡിജിറ്റൽ ജയന്റ്സ് എല്ലാം ഇവിടെ ഓപ്ഷൻസിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്, അപ്പൊ മിനിസ്ട്രി ആയതുകൊണ്ട് തന്നെ MM എന്ന് ആലോചിക്കുക. അപ്പൊ മൈക്രോസോഫ്റ്റ് ആണ് ഈ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രൈബൽ സ്കൂൾസിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താ, ട്രൈബൽ സ്കൂൾസിനെ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു പഠിക്കാവുന്നതാണ്. നമുക്ക് എക്സാമിന് ഓപ്ഷൻ കണ്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലൂസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 18th ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൊക്ടർ ഒവൈൻ. ഞാൻ ഈ കാണുന്ന പോലെ വായിക്കുന്നതാണ്, ഒറിജിനൽ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ ആയിരിക്കില്ല. മൊക്ടർ ഒവൈൻ വാസ് റീ അപ്പോയിന്റഡ് ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി? ഏത് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് മൊക്ടർ ഒവൈൻ എന്നുള്ള ഇദ്ദേഹം റീ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് മാലി. മാലി കൺട്രിയുടെ പുതിയ റീ അപ്പോയിന്റ് ചെയ്യപ്പെട്ട പ്രൈം മിനിസ്റ്റർ ആണ് മൊക്ടർ ഒവൈൻ എന്നുള്ളത്. അപ്പൊ മോക്ടറിന്റെ എമ്മും മാലിയുടെ എമ്മും രണ്ടും കൂടി കണക്ട് ചെയ്ത് പഠിക്കാം. ബട്ട് പേര് നിങ്ങൾ ഓർത്ത് തന്നെ ഇരിക്കണം. മൊക്ടർ ഒവൈൻ ഓപ്ഷനിൽ 2 എണ്ണം എം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വന്നാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് MM എന്ന് പഠിച്ചാൽ പോരാ, മൊക്ടർ ഒവൈൻ എന്നുള്ള പേരൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക. അപ്പൊ മൊക്ടർ ഒവൈൻ റിലേറ്റഡ് ടു മാലി. അവിടുത്തെ പ്രസിഡന്റിന്റെ പേരൂടെ ചുമ്മാ ഒന്ന് ഓർത്തിരിക്കുക, ബാ എൻ ഡോ, ഇങ്ങനെയാണ്. ബാ എൻ ഡോ അതാണ് മൊക്ടർ ഒവൈനും ബാ എൻ ഡോയും കൂടിയായിട്ടാണ് ഇപ്പോ അവിടെ ഭരിക്കുന്നത്, അതായത് മാലിയിൽ. അപ്പൊ മാലിയുടെ പ്രസിഡന്റ് ബാ എൻ ഡോ, പ്രൈം മിനിസ്റ്റർ ആരാണ്? മൊക്ടർ ഒവൈൻ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 19th ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഇന്ത്യൻ പേഴ്സണാലിറ്റി who has received the International Invincible Gold Medal for the year 2021. 2021 ഇന്റർനാഷണൽ ഇൻവിൻസിബിൾ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ പേഴ്സണാലിറ്റി ആരാണ് എന്നാണ് ചോദ്യം. ഈ ഒരു ഇൻവിൻസിബിൾ ഗോൾഡ് മെഡൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു സാധാരണ വ്യക്തി അല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിരിക്കുക. ഇദ്ദേഹം നമ്മുടെ ഒരു മെയിൻ മിനിസ്റ്റർ തന്നെയാണ് എന്നുള്ളത് ആലോചിക്കുക. അപ്പം ഇൻവിൻസിബിൾ ഗോൾഡ് മെഡൽ, ഇന്റർനാഷണൽ ഇൻവിൻസിബിൾ ഗോൾഡ് മെഡൽ എന്ന് കേൾക്കുമ്പോൾ ഒരു മിനിസ്റ്ററിനാണ് കിട്ടിയത് എന്നുള്ളതായിരിക്കണം ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇനി ഏത് മിനിസ്റ്റർ ആണ് എന്നുള്ളതാണ് ചോദ്യം. രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് അഥവാ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ഇത് ആ ടൈമിലെ ന്യൂസ് ആണ്, അതുകൊണ്ട് അത് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പഠിക്കണം. രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് ആണ് ഈ ഒരു ഇൻവിൻസിബിൾ ഗോൾഡ് മെഡൽ ഫോർ ദ ഇയർ 2021 നേടിയിരിക്കുന്നത്. അപ്പൊ പുതിയ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് ചാർജ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ചാർജ് നേടിയിരിക്കുന്ന ആരാണെന്ന് അറിയാലോ, ധർമ്മേന്ദ്ര പ്രധാൻ ആണ്. ജൂലൈയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ. ഓക്കെ,
അപ്പോൾ രമേശ് പൊഖ്രിയാൽ നിഷാങ്കിനാണ് ഈ ഒരു ഇന്റർനാഷണൽ ഇൻവിൻസിബിൾ ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 20th ക്വസ്റ്റ്യൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which telecom company is constructing the largest international submarine cable system? Largest international submarine cable system with India as the center of the submarine cable system. അപ്പൊ സബ്മറൈൻ കേബിൾ സിസ്റ്റം എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. ഇന്റർനാഷണൽ ലാർജസ്റ്റ് ഇന്റർനാഷണൽ സബ്മറൈൻ കേബിൾ സിസ്റ്റം ആണ്. അതിന്റെ പ്രത്യേകത ഇന്ത്യയെ അതിന്റെ സെന്റർ ആയിട്ടാണ് കണക്കാക്കിയിട്ടാണ് ഈ ഒരു ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ഏത് ടെലികോം കമ്പനിയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ആയിട്ടുള്ള റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡ് തന്നെയാണ് ഈ ഒരു സബ്മറൈൻ കേബിൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ റിലയൻസ് ജിയോയും അതേപോലെ തന്നെ സബ്കോം എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, സബ്കോം. അപ്പൊ ഈ സബ്കോം ആണ് ഈ കേബിൾ ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പം അവര് കേബിൾ സപ്ലൈ ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ റിലയൻസ് ജിയോ ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കമ്പൈൻഡ് എഫേർട്ടിലായിരിക്കും ഈ ഒരു ലാർജസ്റ്റ് ഇന്റർനാഷണൽ സബ്മറൈൻ കേബിൾ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യപ്പെടുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 21st ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. India's first agriculture export facilitation center has been unveiled in which country? Which city? ഏത് സിറ്റിയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ അഗ്രികൾച്ചർ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ സെന്റർ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. പൂനെയിലാണ്, ഓർത്തിരിക്കുക. അപ്പോൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെന്റർ, അഗ്രികൾച്ചർ സെന്റർ, ഇന്ത്യയുടെ ആദ്യത്തെ അഗ്രികൾച്ചർ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ സെന്റർ അതെവിടെയാണ് വരുന്നത്? പൂനെയിലാണ് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് രണ്ടുപേര് ചേർന്നിട്ടാണ്. ഇപ്പൊ അഗ്രികൾച്ചർ ആകുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടും ആരുൾപ്പെട്ടിരിക്കും? നബാർഡ് ഉൾപ്പെട്ടിരിക്കും. അപ്പൊ നബാർഡും അതേപോലെ തന്നെ MCCIA അറിയാവോ? മഹാരാഷ്ട്ര ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ. കാരണം ഇത് പൂനെയിലായതുകൊണ്ടാണ് ഇവര് വന്നത്. മഹാരാഷ്ട്ര, ഇത് CCI അറിയാമല്ലോ, ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നാണ്. ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ആൻഡ് എന്തൂടെ വരും? അഗ്രികൾച്ചറൂടെ വരും. അപ്പൊ അതാണ് MCCIA എന്ന് പറയുന്നത്. അപ്പൊ അവരും നബാർഡുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ സെന്റർ കൊണ്ടുവരുന്നത് എന്നുള്ളത് ആലോചിച്ചിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 22nd ക്വസ്റ്റ്യൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കോബ് ബ്രയാൻഡ് who has recently been inducted in the Hall of Fame posthumously was associated with which sport? Posthumously എന്ന് പറഞ്ഞാൽ മരണാനന്തരം എന്നാണ്. അപ്പൊ മരണത്തിന് ശേഷം ഹോൾ ഓഫ് ഫെയിമിൽ ഇൻഡക്ട് ചെയ്യപ്പെട്ട കോബ് ബ്രയാൻഡ് എന്ന് പറയുന്ന ഇദ്ദേഹം ഏത് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ മരണാനന്തരമാണ് അദ്ദേഹം ഹോൾ ഓഫ് ഫെയിമിൽ കയറിയിരിക്കുന്നത്. ഒരുപാട് ഹോൾ ഓഫ് ഫെയിം ഉണ്ട്, അതിനകത്ത് ഈ മരണാനന്തരം ഹോൾ ഓഫ് ഫെയിം കിട്ടിയിരിക്കുന്ന ആളാണ് കോബ് ബ്രയാൻഡ് എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹം ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. ബാസ്കറ്റ്ബോൾ എന്ന് പറയുന്ന സ്പോർട്സ് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ആളാണ് കോബ് ബ്രയാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോബ് ബ്രയാൻഡ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. പോസ്റ്റുമസ് ഹോൾ ഓഫ് ഫെയിം ആണ് ഇദ്ദേഹത്തിനെ റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 23rd ക്വസ്റ്റ്യൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സ്റ്റേറ്റ് ഹാസ് ലോഞ്ച്ഡ് ദ മൊബൈൽ ആപ്പ് MOMA മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ വായിക്കാം, ഫോർ ഹോം ഡെലിവറി ഓഫ് ഫ്രഷ് വെജിറ്റബിൾ വീട്ടിലെത്തിക്കുന്ന ഒരു പരിപാടിയാണ് MOMA മാർക്കറ്റ്. അപ്പം ഇത് ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇത് പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. MOMA മാർക്കറ്റിന്റെ ആദ്യത്തെ M ആണ്, ഇത് ലോഞ്ച് ചെയ്ത സ്റ്റേറ്റും M തന്നെയാണ്. അപ്പൊ ഓപ്ഷനിലേക്ക് നോക്കുക. മണിപ്പൂർ, മഹാരാഷ്ട്ര, മേഘാലയ, മധ്യപ്രദേശ്, നൺ ഓഫ് ദീസ്. ഇതിനകത്ത് തന്നിരിക്കുന്ന 4 ഓപ്ഷനും എന്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എമ്മിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ MOMA ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് MOMA റിലേറ്റഡ് ടു മണിപ്പൂർ എന്ന് പഠിക്കുക. ഓക്കെ, MOMA റിലേറ്റഡ് ടു മണിപ്പൂർ. അപ്പം MOMA മാർക്കറ്റ് മണിപ്പൂരിലാണ് ഫ്രഷ് വെജിറ്റബിൾസ് വീട്ടിലെത്തിക്കുക എന്നുള്ളതും അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഫ്രഷ് വെജിറ്റബിൾ വീട്ടിലെത്തിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ആപ്പ് MOMA മാർക്കറ്റ്. അതാരാണ് ലോഞ്ച് ചെയ്തത്? മണിപ്പൂറാണ്. മണിപ്പൂർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇച്ചിരൂടെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ അവിടുത്തെ ഓർഗാനിക് മിഷൻ ഏജൻസി ആണ് എന്ന് പഠിക്കേണ്ടി വരും. അത്രയും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മണിപ്പൂരിലെ CM നോക്കണ്ടേ? മണിപ്പൂർ പറഞ്ഞ സ്ഥിതിക്ക്
എൻ ബീരൻ സിംഗ് ആണ്. ഓക്കെ, എൻ ബീരൻ ബി ആണ്, ബീരൻ സിംഗ്. എൻ ബീരൻ സിംഗ് ആണ് മണിപ്പൂരിന്റെ CM എന്ന് പറയുന്നത്. അപ്പൊ MOMA മാർക്കറ്റ് റിലേറ്റഡ് ടു മണിപ്പൂർ. അത് ഫ്രഷ് വെജിറ്റബിൾ വീട്ടിലെത്തിക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ളതും ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 24th ക്വസ്റ്റ്യൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The supercomputer named Simorgh has been developed by which country recently? ഇപ്പൊ സിമോർഗ് എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഏത് രാജ്യമാണ് ഡെവലപ്പ് ചെയ്തത്? ഇപ്പൊ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക, സിമോർഗ്. നിങ്ങൾക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നുണ്ടോ? സിമർഗ്. ഈ സിമർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷിയാണ്. നമ്മൾ ഈ ഫോണെക്സ് എന്ന് പറയത്തില്ല, അതുപോലെ ഒരു ബേർഡാണ് സിമർഗ് എന്ന് പറയുന്നത്. ആ ഒരു സിമർഗിന്റെ പേരിനോട് സാമ്യമുള്ള ഒരു പേരാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടറിന് ഇട്ടിരിക്കുന്നത്, സിമോർഗ്. അപ്പൊ ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത് ഇറാനാണ്. ഇറാന്റെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് സിമോർഗ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ടെഹ്റാനിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തത് എന്നാണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. അപ്പൊ സിമോർഗ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഇറാൻ എന്നുള്ള പേര് ഓർമ്മ വരണം. സിമോർഗ് റിലേറ്റഡ് ടു ഇറാൻ. അത് സിമർഗ് എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ പേരിലാണത് നെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നോട്ട് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 25th ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. According to the ranking released by Ministry of Housing and Urban Affairs, MOHUA, which state ranked first among the 36 states and UTs of India based on the progress of implementation of smart city implementation? Ministry of Housing and Urban Affairs release ചെയ്ത റാങ്കിങ്ങിൽ 36 സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഉള്ളതിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന, അതായത് ഈ ഒരു റാങ്കിങ്ങിൽ ടോപ്പിൽ വന്നിരിക്കുന്നത് ആരാണ്, ഏത് സംസ്ഥാനമാണ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആൻസർ ഈസ് ജാർഖണ്ഡ്. ജാർഖണ്ഡ് ആണ് ഈ ഒരു സ്മാർട്ട് സിറ്റീസ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ജാർഖണ്ഡിലാണെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ സ്മാർട്ട് സിറ്റീസിൽ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് റിലേറ്റ് ചെയ്ത റാങ്കിങ്ങിൽ 36ൽ 1ാം സ്ഥാനം ജാർഖണ്ഡിനാണ്. ഇതിനകത്ത് ഈ കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ന്യൂസ് കൂടെ ഉണ്ട്. അതായത് കഴിഞ്ഞ റാങ്കിങ്ങിൽ 29ാമത് കടന്ന ഒരു സംസ്ഥാനം ഡയറക്റ്റ് 2ാം റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്, അത് രാജസ്ഥാനാണ്. ഓക്കെ, അതുകൂടെ ഓർത്ത് ചെയ്യുക. അപ്പൊ 29ാമത് കടന്ന 2ാമത് എത്തിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇതാരൊക്കെ സ്മാർട്ട് സിറ്റി ഡെവലപ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. 2 കാര്യങ്ങളാണ്. ഒന്ന്, 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡും, അതേപോലെ തന്നെ 29ാമത് കടന്ന സംസ്ഥാനം 2ാമത് എത്തിയത് രാജസ്ഥാനുമാണ്. ഈ 2 കാര്യങ്ങൾ ഈ ഒരു ന്യൂസിൽ നിന്ന് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 26th ക്വസ്റ്റ്യൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഇന്ത്യൻ സ്കോളർ ഹു അലോങ് വിത്ത് പ്രൊഫസർ ഡേവിഡ് ക്ലെനർമാൻ won the 2020 Millennium Technology Prize for the development of revolutionary DNA sequencing techniques, next generation DNA sequencing. അപ്പോൾ ഒരു അടുത്ത ജനറേഷനിലെ DNA സീക്വൻസിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്സ്, അതായത് റവല്യൂഷണറി DNA സീക്വൻസിങ് ടെക്നിക്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു പ്രൈസ് ഉണ്ട്, 2020 മില്ലേനിയം ടെക്നോളജി പ്രൈസ് എന്നാണ് അത് പറയുന്നത്. അപ്പം ഇത് നേടിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഫസറാണ് ഡേവിഡ് ക്ലെനർമാൻ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്കല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഇന്ത്യൻ സ്കോളർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ന്യൂസ്. അപ്പൊ ആ ഒരു ഇന്ത്യൻ സ്കോളറിന്റെ പേരാണ് നമുക്കിവിടെ എടുത്തു പറയാനുള്ളത്. പ്രൊഫസർ ശങ്കർ ബാലസുബ്രഹ്മണ്യൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഡേവിഡ് ക്ലെനർമാൻ എന്ന് പറയുന്ന ഫേമസ് പ്രൊഫസറിനോടൊപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ശങ്കർ ബാലസുബ്രഹ്മണ്യം, ഇവർ രണ്ടുകൂടി ചേർന്നിട്ടാണ് ഈ ഒരു 2020 മില്ലേനിയം ടെക്നോളജി പ്രൈസ് നേടിയിരിക്കുന്നത്. ഇതെന്തിനാണ്, എന്ത് ഡെവലപ്പ് ചെയ്തതിനാണ്? നെക്സ്റ്റ് ജനറേഷൻ DNA സീക്വൻസിങ്, അതിനുള്ള റവല്യൂഷണറി DNA സീക്വൻസിങ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തതിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. അവാർഡീസിന്റെ പേര് ഓർക്കുക, ഡേവിഡ് ക്ലെനർമാൻ അലോങ് വിത്ത് പ്രൊഫസർ ശങ്കർ ബാലസുബ്രഹ്മണ്യം. ഓക്കെ, so let's go to 27th question. 27ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The Competition Commission of India approved the acquisition of 100% equity shares of Yes Asset Management Limited. Appa Yes Asset Management Limited and Yes Trustee Limited.
അപ്പൊ ഈ എസിന്റെ എന്ന് പഠിച്ചാൽ മതി. എസിന്റെ അസറ്റ് മാനേജ്മെന്റും ട്രസ്റ്റി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ എസിന്റെ 100% ഇക്വിറ്റി ഷെയർ അക്വയർ ചെയ്തത് ആരാണ്? അത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? അപ്രൂവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അക്വിസിഷൻ നടത്തിയിരിക്കുന്നത് GPL ഫൈനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അപ്പൊ എസിനെ ആരേറ്റെടുത്തു? GPL ഏറ്റെടുത്തു. എസിനെ GPL ഏറ്റെടുത്തു എന്ന് ആലോചിക്കുക. അപ്പൊ GPL എന്ന് പറയുന്നത് ഒരു ഫൈനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ആണ്. അവർ എസിന്റെ അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെയും ട്രസ്റ്റി ലിമിറ്റഡിന്റെയും 100% ഇക്വിറ്റി ഷെയർസും അക്വയർ ചെയ്തു. അത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 28th ക്വസ്റ്റ്യൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ SBI RS GEO5. അപ്പം SBI RS GEO5 is a missile warning satellite launched recently on Atlas V rocket into space. This satellite belongs to which country? അപ്പൊ എന്താ? ഒരു സാറ്റലൈറ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. SBI RS GEO5 എന്നാണ്. അതൊരു മിസൈൽ വാർണിംഗ് സാറ്റലൈറ്റ് ആണ് എന്നും പറയുന്നുണ്ട്. അപ്പം ഇത് അറ്റ്ലസ് 5 എന്ന് പറയുന്ന റോക്കറ്റിൽ സ്പേസിലേക്ക് ലോഞ്ച് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ ചോദ്യം, ഈ ഒരു സാറ്റലൈറ്റ് ഏത് കൺട്രിയെ ബിലോങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് കൺട്രിയുടെ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു മിസൈൽ വാർണിംഗ് സാറ്റലൈറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആണ്. ഓക്കെ, അപ്പം US-ന്റെ ആണ് ഈ ഒരു മിസൈൽ വാർണിംഗ് സാറ്റലൈറ്റ് ആയിട്ടുള്ള SBI RS GEO5 എന്നുള്ളത്. അപ്പൊ ജിയോ എന്നുള്ള വാക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ ഒരു ജിയോ ഉണ്ട്, അതേപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഒരു ജിയോ ഉണ്ട് എന്ന് വേണമെങ്കിൽ രസകരമായിട്ടൊക്കെ പഠിക്കാം. എന്തായാലും ഈ ഒരു മിസൈൽ വാർണിംഗ് സാറ്റലൈറ്റ് ആയിട്ടുള്ള SBI RS GEO5 എന്നുള്ളത് US-ന്റെ ആണ്. ഇത് അറ്റ്ലസ് 5 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഇത് സ്പേസിലേക്ക് വിട്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇത് അവരുടെ അമേരിക്കൻ സ്പേസ് ക്രാഫ്റ്റ് സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള യുണൈറ്റഡ് ലോഞ്ച് അലയൻസ് എന്ന് പറഞ്ഞ ഒരു UIA എന്ന് പറയുന്ന ഇവരാണ് ഇത് ശരിക്കും ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഈ SBI RS-ന്റെ ഒരു ഫുൾ ഫോം ഉണ്ട്, അത് വേണമെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പറയാം. നിങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തു. ഈ SB എന്നുള്ളതിന്റെ സ്പേസ് ബേസ്ഡ് എന്നാണ്. ഓക്കെ, SB എന്ന് പറഞ്ഞാൽ സ്പേസ് ബേസ്ഡ്. ഇനിയുള്ള എന്തുവാ? IRS ആണ്. അപ്പം ഇത് ഇൻഫ്രാറെഡ് സിസ്റ്റം. അടുത്ത വേഗം നോക്കുക, ജിയോ സിൻക്രണസ് എന്നാണ്. ജിയോ സിൻക്രണസ്. ഇനി എന്താ? എർത്ത് ഓർബിറ്റ് ഫ്ലൈറ്റ്. അതാണ് എർത്ത് ഓർബിറ്റ് ഫ്ലൈറ്റ്. അത് നിങ്ങൾ പഠിക്കേണ്ട. പക്ഷെ ഇത് SB എന്നുള്ളതിന്റെ സ്പേസ് ബേസ്ഡും IRS എന്നുള്ളതിന്റെ ഇൻഫ്രാറെഡ് സിസ്റ്റവും ജിയോ എന്ന് പറയുന്നത് ജിയോ സിൻക്രണസും ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഫുൾ ഫോം ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 29th ക്വസ്റ്റ്യൻ. അപ്പൊ 29ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നെയിം ദ ഇന്ത്യൻ അമേരിക്കൻ who has recently been appointed as the senior advisor to president at the White House in US administration. അപ്പം ഒരു ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള ആള് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡന്റെ എന്തായിട്ട് സീനിയർ അഡ്വൈസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അപ്പം അതാരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം അതാരാണ് അതിന്റെ ആ ഒരു വളരെ വലിയൊരു പോസ്റ്റ് ആണ് അല്ലേ, അമേരിക്കൻ പ്രസിഡന്റിന്റെ സീനിയർ അഡ്വൈസർ. അപ്പൊ അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യുന്ന ആള്. അപ്പൊ വളരെ വലിയ ഒരു പോസ്റ്റ് ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് നീര ടാൻഡൺ. അപ്പൊ നീര ടാൻഡൺ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ പോസ്റ്റ് ആലോചിക്കുക, വളരെ വലിയ ഒരു പോസ്റ്റ് ആണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡന്റെ സീനിയർ അഡ്വൈസർ ആയിട്ടാണ് നീര ടാൻഡൺ എന്ന് പറയുന്ന ഇൻഡോ അമേരിക്കൻ നീര ടാൻഡൺ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു 30th question. Which tech giant has partnered with SpaceX to offer high-speed satellite internet to customers worldwide using Starlink satellite system? അപ്പൊ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ലോകത്താകമാനമുള്ള ആൾക്കാർക്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ഏത് ടെക് ജയന്റ് ആണ്? സ്പേസ് എക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എലോൺ മസ്കിന്റെ ആണ്. അപ്പൊ എലോൺ മസ്കിന്റെ ആണ് സ്പേസ് എക്സ്. അപ്പൊ ആ ഒരു സ്പേസ് എക്സുമായിട്ട് ആരാണ് പാർട്ട്ണർഷിപ്പിൽ വന്നിരിക്കുന്നത്? എന്തിനാണെന്നറിയാലോ, ലോകത്താകമാനമുള്ള ആൾക്കാർക്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ. ഏത് സിസ്റ്റം ഉപയോഗിച്ച്?
സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് സിസ്റ്റം ഉപയോഗിച്ച്. അപ്പൊ ഇത് മറ്റാരുമല്ല, ഗൂഗിള് തന്നെയാണ്. അപ്പൊ ഗൂഗിളും സ്പേസ് എക്സും കൂടിയാണ് ഈ ഒരു ഹൈ സ്പീഡ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലോകത്താകമാനമുള്ള ആൾക്കാർക്ക് അവൈലബിൾ ആക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 31st ക്വസ്റ്റ്യൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് കമ്പനി ടു അക്വയർ the 100% stake of SB Energy Holdings Limited, SB Energy Holdings Limited, at an enterprise valuation of $3.5 billion, the largest acquisition in renewable energy sector in India. അപ്പൊ ഇന്ത്യയിലെ റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഏറ്റവും വലിയ അക്വിസിഷൻ $3.5 ബില്യൺ SB Energy Holding ലിമിറ്റഡിന്റെ 100% സ്റ്റേക്കും അക്വയർ ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. അത് മറ്റാരുമല്ല, അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് ഈ ഒരു അക്വയറിംഗ് നടത്തിയിരിക്കുന്നത്. 100% അക്വയർ ചെയ്തിട്ടുണ്ട്. SB എനർജി ഹോൾഡിങ്സിന്റെ ആണ്. $3.5 ബില്യൺ ഇന്ത്യയിലെ റിന്യൂവബിൾ എനർജി സെക്ടറിലെ ലാർജസ്റ്റ് അക്വിസിഷൻ ആണ്. ഇതാണ് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 32nd question. 32ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Name the Indian origin immunologist who has been elected to the prestigious National Academy of Sciences in USA in recognition of his distinguished and continuing achievements in original research. അപ്പൊ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആൻഡ് കണ്ടിന്യൂയിങ് അച്ചീവ്മെന്റ്സ് ഇൻ ഒറിജിനൽ റിസർച്ചിന്റെ ആ ഒരു റെക്കഗ്നിഷൻ. അപ്പൊ അതിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഇമ്മ്യൂണോളജിസ്റ്റിന് ഒരു നാഷണൽ അക്കാഡമി ഓഫ് സയൻസിന്റെ ഒരു പ്രസ്റ്റീജിയസ് ആ ഒരു നാഷണൽ അക്കാഡമി ഓഫ് സയൻസിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലെ. ഇന്ത്യൻ ഒറിജിൻ ഇമ്മ്യൂണോളജിസ്റ്റ് ഹു ഹാസ് ബീൻ ഇലക്ടഡ് ടു ദി പ്രസ്റ്റീജിയസ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് ഇൻ USA. അപ്പൊ അതെന്തിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്തിന്റെ റെക്കഗ്നിഷൻ? ഡിസ്റ്റിംഗ്വിഷ്ഡ് ആൻഡ് കണ്ടിന്യൂയിങ് അച്ചീവ്മെന്റ്സ് ഇൻ ഒറിജിനൽ റിസർച്ച്. അപ്പം ഇദ്ദേഹത്തിന്റെ പേര് ശങ്കർ ഘോഷ് എന്നാണ്. നമ്മൾ നേരത്തെ ഒരു ശങ്കർ ബാലസുബ്രഹ്മണ്യം പറഞ്ഞായിരുന്നു, ഒരു പ്രൊഫസറുമായിട്ടുള്ള. അപ്പൊ അത് രണ്ടുകൂടെ തിരിഞ്ഞു പോകരുത്. അപ്പൊ ശങ്കർ ഘോഷ് എന്താണ്? ഒരു ഇമ്മ്യൂണോളജിസ്റ്റ് ആണ്. നാഷണൽ അക്കാഡമി ഓഫ് സയൻസിലേക്ക് എലക്ട് ചെയ്യപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. NAS USA അത് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ്. അപ്പൊ ശങ്കർ ഘോഷ് എന്നുള്ള പേര് ഓർത്തിരിക്കുക. രണ്ടുകൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. ശങ്കർ ബാലസുബ്രഹ്മണ്യവും ശങ്കർ ഘോഷുമാണ് നമുക്കിപ്പോ ന്യൂസിൽ വന്നിരിക്കുന്ന ശങ്കരന്മാര്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 33rd ക്വസ്റ്റ്യൻ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The newly launched oxygen recycling system ORS has been developed by which organization? ഏത് ഓർഗനൈസേഷൻ ആണ് ഓക്സിജൻ റീസൈക്ലിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്? അപ്പൊ ഈ ഓക്സിജൻ റീസൈക്ലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? നമുക്കിപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ട്, അതിന്റെ ലൈഫ് കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ ഓക്സിജൻ റീസൈക്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇത് ഇന്ത്യൻ നേവി ആണോ, DRDO ആണോ, ISRO ആണോ, നീതി ആയോഗ് ആണോ, ഇവരാരും അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതിനകത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് നോർമലി നമ്മുടെ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കൊണ്ടുവരുന്ന DRDO, ISRO പോലെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇത് ഇന്ത്യൻ നേവിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എന്താ പഠിച്ചു വെക്കാമല്ലോ. ഇന്ത്യൻ നേവി കൊണ്ടുവന്നതാണ് ഓക്സിജൻ റീസൈക്ലിംഗ് സിസ്റ്റം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേവൽ ഉദ്യോഗസ്ഥർക്ക് ഷിപ്പിലൊക്കെ പോകുമ്പോൾ അവർക്ക് എപ്പോഴും ഓക്സിജൻ മാറാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന സിലിണ്ടേഴ്സിന്റെ ലൈഫ് കൂട്ടി ഉപയോഗിക്കാനുള്ള ഒരു സിസ്റ്റം ഓക്സിജൻ റീസൈക്ലിംഗ് സിസ്റ്റം ORS. അപ്പോൾ ORS എന്നുള്ളത് എന്താ? ഓക്സിജൻ റീസൈക്ലിംഗ് സിസ്റ്റം. അത് ഡെവലപ്പ് ചെയ്തത് ഇന്ത്യൻ നേവി ആണ് എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 34th ക്വസ്റ്റ്യൻ. 34ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? Name the Indian choreographer who has won the prestigious World Choreography Award 2020. ഇപ്പൊ വേൾഡ് കൊറിയോഗ്രഫി അവാർഡ് 2020 നേടിയ, അല്ലെങ്കിൽ കൊറിയോ അവാർഡ്സ് എന്ന് പറയും. അപ്പം ഈ ഒരു കൊറിയോ അവാർഡ്സ് നോർമലി കിട്ടാറുള്ളത് പുറത്തുള്ള ആൾക്കാർക്കാണ്. പക്ഷെ ഇവിടെ ഇതാർക്കാണ്? ഇന്ത്യൻ കൊറിയോഗ്രാഫർ, ഫസ്റ്റ് ഇന്ത്യൻ കൊറിയോഗ്രാഫർ ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ കൊറിയോ അവാർഡ്സ്. കൊറിയോ അവാർഡ്സ് എന്നാൽ ഷോർട്ട് ഫോം ആക്കി പറയുന്നത്. അപ്പൊ ആ ഒരു കൊറിയോ അവാർഡ്സ് നേടിയത് സുരേഷ് മുകുന്ദാണ്. ഈ സുരേഷ് മുകുന്ദിനെ വേറൊരു കാര്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, എമ്മി അവാർഡിലേക്കുള്ള നോമിനേറ്റർ ആണ്. ഓക്കെ, അപ്പൊ എമ്മി അവാർഡിലേക്കുള്ള നോമിനി കൂടിയാണ് ആര്? സുരേഷ് മുകുന്ദ്. അപ്പൊ ഈ സുരേഷ് മുകുന്ദിന് തന്നെയാണ് ഇത്തവണത്തെ
കൊറിയോ അവാർഡും കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ ഇന്ത്യൻ ആണ് കൊറിയോ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആണ് സുരേഷ് മുകുന്ദ് എന്നുള്ളത്. ഓർത്തിരിക്കുക, സുരേഷ് മുകുന്ദ് എന്നുള്ള പേര്, കൊറിയോ അവാർഡ്സ് എന്നുള്ളത്, ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ കൊറിയോ അവാർഡ്സ് എന്നുള്ളത്. ഓക്കെ, നോട്ട് ചെയ്തോ. സോ ലെറ്റ്സ് ഗോ ടു 35th ക്വസ്റ്റ്യൻ. 35ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following state has launched Amrit Vahini app for the online booking of hospital bed? അപ്പം അമൃത് വാഹിനി എന്നുള്ളത് എന്താണ്? ഹോസ്പിറ്റൽ ബെഡ് ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഈ അമൃത് വാഹിനി. ഇത് പദ്ധതിയല്ല, ഇതൊരു ആപ്പാണ്. ഓക്കെ, അമൃത് വാഹിനി ആപ്പ്. ഈ ആപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഹോസ്പിറ്റൽ ബെഡ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? ജാർഖണ്ഡ് ആണ്. ഈ ജാർഖണ്ഡിനെ പറ്റി നമുക്ക് റെഫറൻസ് പറയാൻ മറ്റൊരു ന്യൂസ് ഉണ്ട്. നമ്മുടെ സ്മാർട്ട് സിറ്റി ഇംപ്ലിമെന്റേഷനിൽ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ റാങ്കിങ്ങിൽ ഒന്നാമത് വന്നതുമാരാണ്? ജാർഖണ്ഡ് തന്നെയാണ്. അപ്പൊ അതേ ജാർഖണ്ഡ് തന്നെയാണ് അമൃത് വാഹിനി എന്നുള്ള ഹോസ്പിറ്റൽ ബെഡിനുള്ള. അപ്പൊ സ്മാർട്ട് സിറ്റിയും ഹോസ്പിറ്റൽ ബെഡും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, സ്മാർട്ട് സിറ്റി, ജാർഖണ്ഡിന് സ്മാർട്ട് സിറ്റിയും ഉണ്ട്, ഹോസ്പിറ്റൽ ബെഡും ഉണ്ട്. അപ്പൊ ഈ ഹോസ്പിറ്റൽ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ബെഡ് ബുക്കിങ്ങിനുള്ള ഒരു ആപ്പാണ് അമൃത് വാഹിനി. അപ്പൊ സ്മാർട്ട് സിറ്റിയും അമൃത് വാഹിനിയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബെഡ് ബുക്ക് ചെയ്യാനുള്ള ആപ്പ്, ഇത് രണ്ടും ഉള്ളത് ആർക്കാണ്? ജാർഖണ്ഡിനാണ് എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കാം. ജാർഖണ്ഡിന്റെ CM ഹേമന്ത് സോറൻ ആണ്. ഓക്കെ, ഹേമന്ത് സോറൻ ആണ് ജാർഖണ്ഡിന്റെ CM. അത് ഓർത്തിരിക്കുക, ഹേമന്ത് സോറൻ. അപ്പൊ ഇത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു 36th ക്വസ്റ്റ്യൻ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who has become Kenya's first woman chief justice? CJ. അപ്പം കെനിയയുടെ ആദ്യത്തെ വുമൺ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നത് ആരാണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് മാർത്ത കോം അല്ലെങ്കിൽ കൂം എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാം. അപ്പൊ മാർത്ത കൂം ആണ് കെനിയയുടെ ആദ്യത്തെ വുമൺ ചീഫ് ജസ്റ്റിസ്. 61 വയസ്സുണ്ട്. അപ്പം മാർത്ത കൂം ആണ് ആര്? കെനിയയുടെ ആദ്യത്തെ വുമൺ ചീഫ് ജസ്റ്റിസ്. അപ്പൊ കെനിയ എന്ന് പറയുന്ന ഒരു കൺട്രി, ആ കൺട്രിയുടെ ക്യാപിറ്റൽ, കറൻസി, പ്രസിഡന്റ് ഇവരെയൊക്കെ അറിയാവോ? കെനിയയുടെ ക്യാപിറ്റൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നൈറോബി ആണ്. ഓക്കെ, കെനിയയുടെ ക്യാപിറ്റൽ ആണ് നൈറോബി. കറൻസി ഷില്ലിംഗ്, കെനിയൻ ഷില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഷില്ലിംഗ്, കെനിയൻ ഷില്ലിംഗ് ആണ് അവിടുത്തെ കറൻസി. ഇനി പ്രസിഡന്റിന്റെ പേര് ഞാൻ പറയാം. സാധാരണ നമ്മൾ പ്രസിഡന്റിന്റെ പേര് പഠിക്കാറില്ല, എന്നാൽ ഇവിടെ നമുക്ക് പ്രസിഡന്റിന്റെ പേര് പഠിക്കാനായിട്ട് പറ്റും. കാരണം കെനിയ എന്ന് തന്നെയാണ് അതിന്റെ കുറച്ച് ഭാഗം. അതിൻ്റെ കൂടെ ഒരു ടായും കൂടെ ഉണ്ട്, അതായത് കെനിയാട്ട. ഇതിനൊരു പ്രിഫിക്സ് ഉണ്ട്, ഉഹുറു കെനിയാട്ട എന്നാണ്. ബട്ട് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി, കെനിയാട്ട എന്നുള്ളത്. അപ്പം ക്യാപിറ്റൽ നൈറോബി, കറൻസി ഷില്ലിംഗ്, പ്രസിഡന്റിന്റെ പേര് ഉഹുറു കെനിയാട്ട എന്നാണ്. ഓക്കെ, ന്യൂസ് അതൊന്നുമല്ല, മാർത്ത കോമാണ്, 61 വയസ്സുള്ള മാർത്ത കോമാണ് കെനിയയുടെ ആദ്യത്തെ വുമൺ ചീഫ് ജസ്റ്റിസ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ന്യൂസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 37th ക്വസ്റ്റ്യൻ. 37ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു ദ S&P ഗ്ലോബൽ മാർക്കറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട്, what is India's rank in the Asia Pacific region ഇൻഷുറൻസ് ടെക്നോളജി മാർക്കറ്റ്? അപ്പൊ ഇൻഷുറൻസ് ടെക്നോളജി മാർക്കറ്റിൽ ഏഷ്യ പസഫിക് റീജിയനിലെ ഇന്ത്യയുടെ റാങ്ക് ഇത് ആരുടെ റിപ്പോർട്ട് പ്രകാരമാണ്? S&P ഗ്ലോബൽ മാർക്കറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമാണ്. ഇന്ത്യയുടെ റാങ്ക് സെക്കൻഡ് ആണ്. ഓക്കെ, സെക്കൻഡ് ആണ് ഇന്ത്യയുടെ റാങ്ക്. അപ്പൊ ഇൻഷുറൻസ് ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്മെന്റ് ആണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കാണാം. ഏഷ്യ പസഫിക് റീജിയൻ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് S&P ഗ്ലോബൽ മാർക്കറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ടിലാണ്. ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്. ഓക്കെ, ഒന്നാം സ്ഥാനം ചൈന, രണ്ടാമത് ആരാണ്? ഇന്ത്യ. ഇങ്ങനെ പഠിക്കുക. അപ്പൊ ഇൻഷുറൻസ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്സ് നടന്നിരിക്കുന്നത് ചൈനയും. ഇന്ത്യയുടെ സ്ഥാനം തൊട്ട് പുറകിലുണ്ട്, പോപ്പുലേഷൻ പോലെ തന്നെ തൊട്ട് പുറകിലുണ്ട്. ഇന്ത്യയുടെ സ്ഥാനവും സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 38th ക്വസ്റ്റ്യൻ. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which bank partnered with Hyperverge with an aim to obtain its technology named Video KYC solution? നമുക്കറിയാം, ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് തന്നെ ബാങ്കിൽ പോയി ആർക്കും KYC ഫോം ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ KYC പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബാങ്കുകളെല്ലാം ഓരോ ഇതേപോലെയുള്ള സൊല്യൂഷൻസുമായിട്ട്, അതായത് ഇതേപോലെയുള്ള ചെറിയ കമ്പനീസുമായിട്ട് വീഡിയോ KYC അവർ വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഉറപ്പാണോ എന്ന് വെച്ചിട്ട് ഈ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതാണ് ചെയ്യുന്നത്. അപ്പൊ ഹൈപ്പർ വെർജ് എന്ന് പറയുന്ന ഈ ഒരു ഫേമുമായിട്ട് ടൈപ്പിൽ വന്ന വീഡിയോ KYC സൊല്യൂഷന് വേണ്ടി ടൈപ്പിൽ വന്നത് ഏത് ബാങ്ക് ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഹൈപ്പർ വെർജുമായിട്ട് ടൈപ്പിൽ വന്നിരിക്കുന്നത് SBI ആണ്. ഓക്കെ, SBI ഹൈപ്പർ എന്ന് പഠിക്കാൻ വേണമെങ്കിൽ
അപ്പൊ SBIയും ഹൈപ്പർവെർജൂടെ ചേർന്നിട്ടായിരിക്കും വീഡിയോ KYC സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ SBI വിത്ത് ഹൈപ്പർവെർജ്, SBI ഹൈപ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 39th ക്വസ്റ്റ്യൻ. 39ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. What is the new deadline set by the CBDT to file income tax returns for assessment year 2021-22 by individuals? അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള ഒരു ഡേറ്റ് ഇത് ഓൾറെഡി കൊടുത്തിരിക്കുന്നു. ജൂലൈ 31 ആയിരുന്നു. റൈറ്റ് ആൻസർ ഇതല്ല, പക്ഷേ ജൂലൈ 31 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ആണ്. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതാണ് ന്യൂ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് സെറ്റ് ചെയ്തത് ആരാണ്? CBDT ആണ്. അപ്പൊ ഈ CBDT സെറ്റ് ചെയ്തേക്കുന്ന പുതിയ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 30th ആണ്. ഓക്കെ, അപ്പൊ സെപ്റ്റംബർ 30th ആണ് ഓരോ ഇൻഡിവിജ്വലിനും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. 2021-22 അസസ്മെന്റ് ഇയറിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ സെപ്റ്റംബർ 30th ആണ് എന്തിന്റെ ഡെഡ് ലൈൻ? ഈ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ. അത് ആർക്ക്? ഇൻഡിവിജ്വലിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ആണ് ഈ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 40th ക്വസ്റ്റ്യൻ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The iconic web browser Internet Explorer is set to retire in June 2022. The browser has been developed by which company? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, പണ്ട് സിസ്റ്റത്തിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു എക്സ്പ്ലോറർ ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ജൂണിൽ 2022 ജൂണിൽ റിട്ടയർ ആകാൻ പോവുകയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കമ്പനി മറ്റൊരു എന്താ പറയുന്ന ഒരു എക്സ്പ്ലോറർ കൂടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരും നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യം ഇത് ഏത് കമ്പനിയുടെ ആണ് എന്നുള്ളത് നമുക്ക് പഠിക്കണം. മൈക്രോസോഫ്റ്റിന്റെ ആണ് എന്ത്? ഈ ഒരു ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്നുള്ളത്. പുതിയ സംഭവമാണ് എഡ്ജ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ് അവര് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എഡ്ജ് യൂസ് ചെയ്യാം. പുതിയ പ്രോട്ടോകോൾ അനുസരിച്ച്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് എഡ്ജ് പ്രവർത്തിക്കുന്നത്. കുറച്ചുകൂടി സ്പീഡിയാണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ റിട്ടയർ ചെയ്യുവാണ് 2022 ജൂണിൽ. അപ്പൊ അതിന് പകരമായിട്ട് ഇനി നിങ്ങൾക്ക് എഡ്ജ് യൂസ് ചെയ്യാമെന്നാണ് ആര് പറയുന്നത്? മൈക്രോസോഫ്റ്റ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 41st ക്വസ്റ്റ്യൻ. 41ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹീറോ വയേർഡ് ഈസ് എ ന്യൂ വെഞ്ചർ ലോഞ്ച്ഡ് ബൈ മുഞ്ചാൽ ഫാമിലി ലെഡ് ഹീറോ ഗ്രൂപ്പ്. അപ്പൊ ഹീറോയുടെ ഒരു പുതിയ വെഞ്ചർ ആണ് ഹീറോ വയേർഡ് എന്നുള്ളത്. ദ ന്യൂ സ്റ്റാർട്ടപ്പ് കമ്പനി ഈസ് റിലേറ്റഡ് ടു വിച്ച് ഫീൽഡ്? ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ ഹീറോ വയേർഡ് എന്നുള്ളത് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇതൊരു എഡ്ടെക് ആണ്. ഓക്കെ, എഡ്യൂക്കേഷണൽ ടെക്നോളജി, ഹീറോ ഗ്രൂപ്പിന്റെ എഡ്യൂക്കേഷണൽ ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണ് എന്ത്? ഹീറോ വയേർഡ് എന്നുള്ളത്. അപ്പൊ ഹീറോ വയേർഡ് എന്നുള്ളത് എഡ്യൂക്കേഷൻ ടെക്നോളജി ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് ലോഞ്ച് ചെയ്ത ആരാണ്? ഹീറോ ഗ്രൂപ്പ് ആണ്. ഹീറോ ഗ്രൂപ്പിന്റെ പുതിയ എഡ്ടെക് പ്ലാറ്റ്ഫോം ആണ് ഹീറോ വയേർഡ് എന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു 42nd ക്വസ്റ്റ്യൻ. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇന്ത്യൻ നേവി ഹാസ് ഡീകമ്മീഷൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ഡിസ്ട്രോയർ. ആദ്യത്തെ ഡിസ്ട്രോയർ ആയിട്ടുള്ള ഷിപ്പിനെ ഇന്ത്യൻ നേവി ഡീകമ്മീഷൻ ചെയ്തു. ആഫ്റ്റർ ബീയിങ് ഇൻ സർവീസ് ഫോർ 41 years, 41 വർഷത്തെ സർവീസിന് ശേഷം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിസ്ട്രോയർ ഷിപ്പ്? ഇന്ത്യയുടെ ആദ്യത്തെ ഡിസ്ട്രോയർ ഷിപ്പിന്റെ പേര്. അതിനെ എന്താണ്? ന്യൂസ് എന്താണ്? ഇന്ത്യൻ നേവി അതിനെ ഡീകമ്മീഷൻ ചെയ്തു 41 വർഷത്തെ സർവീസിന് ശേഷം. അതിന്റെ ആദ്യത്തെ ഡിസ്ട്രോയറിന്റെ പേരാണ് INS രജ്പുത്. അപ്പൊ INS രജ്പുത്തിനെയാണ് ഈ ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇത് കൺസ്ട്രക്ട് ചെയ്തത് റഷ്യ ആണ്. റഷ്യയുടെ കൺസ്ട്രക്ഷൻ ആണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള റഷ്യയുടെ USSRന്റെ കൺസ്ട്രക്ഷൻ ആണ് INS രജ്പുത് എന്നുള്ളത്. ആദ്യത്തെ ഡിസ്ട്രോയർ ഷിപ്പാണ് ഇന്ത്യൻ നേവിയുടെ. 41 വർഷത്തെ സർവീസ് ആണ് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് നടത്തിയത്. അപ്പൊ അതിനെ ഡീകമ്മീഷൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ആണ്. പേര് ഓർത്തിരിക്കുക, INS രജ്പുത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 43rd ക്വസ്റ്റ്യൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ May 2021 India renewed MOU with which nation for military cooperation and maritime issues? മിലിറ്ററി കോപ്പറേഷനും മാരിടൈം ഇഷ്യൂസിനും വേണ്ടിയിട്ട് ഇന്ത്യ ആരുമായിട്ടുള്ള MOU ആണ് മെയ്യില് പുതുക്കിയത് എന്നാണ് ചോദ്യം. ഇന്ത്യ ഒമാനുമായിട്ടുള്ള MOU ആണ് പുതുക്കിയിരിക്കുന്നത്. എന്തിനാണ്? മിലിറ്ററി കോപ്പറേഷനും അതേപോലെ തന്നെ മാരിടൈം ഇഷ്യൂസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു റിന്യൂവൽ നടന്നിട്ടുള്ളത്. ഓൾറെഡി ഉള്ള ഒരു MOU ആണ്.
അത് റിന്യൂ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഒമാന്റെ ഡിഫൻസ് മിനിസ്റ്ററും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒമാനിലേക്കുള്ള അംബാസിഡറും കൂടിയാണ് ഈ ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ അംബാസിഡർ എന്ന് പറയുന്നത് മുനു മഹാവാർ ആണ്. മുനു മഹാവാർ. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ഒമാനിലേക്കുള്ള അംബാസിഡർ. ഓക്കെ, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 44th ക്വസ്റ്റ്യൻ. 44ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which organization launched mechanical man-field marketing equipment MK2 MMMB MK2 എന്നാണ് പറയുന്നത് ഫോർ ദി ഇന്ത്യൻ ആർമി? ഇപ്പൊ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് മെക്കാനിക്കൽ മൈൻഫീൽഡ് മാർക്കറ്റിംഗ് എക്യുപ്മെന്റ് MK2 ലോഞ്ച് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ്? അപ്പൊ നമുക്കറിയാം, ഇപ്പൊ മൈനുകളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത്. നമ്മുടെ വാറൊക്കെ വരുമ്പം എതിർ രാജ്യം മൈൻസ് കുടിച്ചിടുകയൊക്കെ ചെയ്യും. അപ്പൊ അതിനെ ഒരു നമ്മുടെ ആൾക്കാരിൽ ആപത്തുണ്ടാവാതെ അതിനെ ട്രാക്ക് ചെയ്യാനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നടപടികൾ എടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മെക്കാനിക്കൽ മൈൻഫീൽഡ് മാർക്കറ്റിംഗ് എക്യുപ്മെന്റ് ഇന്ത്യൻ ആർമിക്ക് കൊടുക്കുന്നത്. അപ്പം ആരാണ്, ഏത് ഓർഗനൈസേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. അത് മറ്റാരുമല്ല, BEML ആണ്, അതായത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. ഓർത്തിരിക്കുക, മൈൻ കുഴിച്ചിടുന്നത് എർത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാവുന്നതാണ്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു ആത്മനിർഭർ പ്രോഡക്റ്റ് കൂടിയാണ്. ഓക്കെ, ആത്മനിർഭർ പ്രോഡക്റ്റ് കൂടിയാണ് ഈ MK2 എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ആർമിക്കാണ് ഇത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച് നൽകിയത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സോ ലെറ്റ്സ് ഗോ ടു 45th ക്വസ്റ്റ്യൻ. 45ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. DIPCOVAN is a COVID-19 antibody detection kit launched by which organization? അപ്പൊ DIPCOVAN എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡി ഡിറ്റക്ഷൻ കിറ്റ് ആണ്. COVID-19 ആന്റിബോഡി ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന കിറ്റാണ്. അപ്പൊ അത് ഏത് ഓർഗനൈസേഷൻ ആണ് ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദ്യം. മുഴുവൻ കാര്യങ്ങളും ആരെയാണോ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവർ തന്നെയാണ് DIPCOVANും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് DRDO ആണ്. അപ്പൊ ഇത് DCGIയുടെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളതാണ്, ഡ്രഗ് കൺട്രോളർ ആണ്. അപ്പം അവരുടെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളതാണ് ഈ DIPCOVAN എന്ന് പറയുന്നത്. ഇതൊരു ആന്റിബോഡി ഡിറ്റക്ഷൻ കിറ്റ് ആണ്, ആന്റിബോഡി ശരീരത്തിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് DRDO ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് DIPCOVAN എന്താ പറയുക, ലോഞ്ച്ഡ് ബൈ DRDO. സോ ലെറ്റ്സ് ഗോ ടു 46th ക്വസ്റ്റ്യൻ. 46ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Who has been appointed as the new president of the ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ FIH? ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് 2024 വരെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പം ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആണ് എന്താ FIH എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിട്ട് നിയമിക്കപ്പെട്ടത്, അടുത്ത 3 വർഷത്തേക്ക് നിയമിക്കപ്പെട്ട ആളുടെ പേരാണ് നരീന്ദർ ബത്ര. അപ്പൊ നരീന്ദർ ബത്ര എന്താണ്, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റ് ആണ് നരീന്ദർ ബത്ര എന്ന് പറയുന്നത്. ഇദ്ദേഹം തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പം അടുത്ത ടേമൂടായി എന്നുള്ളതേ ഉള്ളൂ. ഈ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ലൗസെന്നയിലാണ്, സ്വിറ്റ്സർലാൻഡിലുള്ള ലൗസെന്നയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ചിലപ്പോൾ ചോദിക്കാം, ലൗസെന്നെ സ്വിറ്റ്സർലാൻഡിലുള്ള ലൗസെന്നയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് FIHന്റെ. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നരീന്ദർ ബാത്ര എന്നുള്ള പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 47th ക്വസ്റ്റ്യൻ. 47ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. HY2D is a new ocean monitoring satellite launched by which country to detect early warning on marine disasters? അപ്പൊ മറൈൻ ഡിസാസ്റ്റേഴ്സിനെ നേരത്തെ അറിഞ്ഞിട്ട് അതിനൊരു വാർണിംഗ് എന്നുള്ള രീതിയിൽ ഒരു ഓഷ്യൻ മോണിറ്ററിംഗ് സാറ്റലൈറ്റ്, അതിന്റെ പേരാണ് HY2D എന്നുള്ളത്. അപ്പൊ ഈ ഒരു HY2D വിട്ടത് അല്ലെങ്കിൽ ഇത് ലോഞ്ച് ചെയ്തത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. ചൈനയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ HY2D എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഈ HYയുടെ ഫുൾ ഫോം അറിഞ്ഞാൽ നമുക്കിത് ചൈനയാണെന്ന് എളുപ്പം പറയാൻ പറ്റും. ഹൈയാങ് 2D എന്നാണ് HY. അപ്പൊ ഹൈയാങ് 2D ആണ് HY2D. അതൊരു ഓഷ്യൻ മോണിറ്ററിംഗ് സാറ്റലൈറ്റ് ആണ്. മറൈൻ ഡിസാസ്റ്റേഴ്സിനെ നേരത്തെ അറിഞ്ഞിട്ടൊരു വാർണിംഗിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചൈനയാണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 48th ക്വസ്റ്റ്യൻ. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which team has won
2021 UEFA Women's Champions League. അപ്പോൾ UEFA Women's Champions League നേടിയ ക്ലബ്ബ് 2020-21 UEFA Women's Championship നേടിയ ക്ലബ്ബ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is Barcelona. ബാഴ്സലോണ ചെൽസി എന്ന് പറയുന്ന ക്ലബിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ്. ബാഴ്സലോണയും ചെൽസിയുമായിട്ടായിരുന്നു ഫൈനല്. അതിനകത്തില് 4-0 തോപ്പിച്ചാണ് ഈ ഒരു കിരീടം നേടിയിരിക്കുന്നത്. അപ്പൊ ബാഴ്സലോണയാണ് വുമൻസ് ചാമ്പ്യൻസ് ലീഗ് UEFA വുമൻസ് ചാമ്പ്യൻസ് ലീഗ് 2021 വിന്നർ എന്ന് പറയുന്നത് ബാഴ്സലോണ ക്ലബാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 49th ക്വസ്റ്റ്യൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which state has recently launched the HIT COVID app to track patients isolating at home? അപ്പൊ ഹിറ്റ് കോവിഡ് ആപ്പ് ലോഞ്ച് ചെയ്താരാണ്? ഇത് എന്തിനാ? വീട്ടിലിരിക്കുന്ന പേഷ്യൻസിനെ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാനാണ് ഈ ഹിറ്റ് കോവിഡ് ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനമന്ത്രിയുടെ ഭയങ്കര അപ്ലോസ് ഒക്കെ കിട്ടിയ ഒരു സംഭവമാണ്. ബാക്കിയുള്ള സ്റ്റേറ്റിലേക്കും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഹിറ്റ് കോവിഡ് ആപ്പ് എന്നുള്ളത്. അപ്പം ഏത് സ്റ്റേറ്റിലെ വീട്ടിൽ ഇരിക്കുന്നവരെ ട്രാക്ക് ചെയ്യാനാണ് ഇത്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ബീഹാർ ആണ്. അപ്പൊ ബീഹാർ സ്റ്റേറ്റ് ആണ് ഈ ഒരു ഹിറ്റ് കോവിഡ് ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതുവരെ ന്യൂസിൽ വരാത്തൊരു സംസ്ഥാനമാണ് ബീഹാർ. അതുകൊണ്ട് തന്നെ ബീഹാറിനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ ന്യൂസുമാണിത്. അപ്പൊ ബീഹാർ ആണ് ഹിറ്റ് കോവിഡ് ആപ്പ്. അപ്പൊ ബീഹാറിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ട്രാക്ക് ചെയ്യാനാണ് ഹിറ്റ് കോവിഡ് ആപ്പ് നേടിയിരുന്നത്. ഇതിനാണ് ഭയങ്കര അപ്ലോസ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 50th ക്വസ്റ്റ്യൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who has been emerged as the highest paid athletes in the world for 2021 according to the list released by Forbes? അപ്പോൾ ഫോർബ്സിന്റെ ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സിന്റെ ലിസ്റ്റിൽ ആരാണ് ഏറ്റവും മേളിൽ വന്നിരിക്കുന്നത്? നമുക്കറിയാം ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇങ്ങനെയുള്ള ഒരുപാട് പേരുകളാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവരെ എല്ലാം പിന്തള്ളിയിട്ട് ഒരു UFC ഫേസ് ആയിട്ടുള്ള കോണർ മെഗ്രഗർ ആണ് ഈ ഒരു ടോപ്പ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ശരിക്കും അതൊരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്, UFC പ്ലെയർ ആണ്. ഓക്കെ, UFC എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ആണ്. അപ്പം അതിൽ ഉള്ള ഒരു ഫേസ് ആണ് നമുക്ക് കോണർ മെഗ്രഗർ എന്നുള്ളത്. അപ്പൊ ഈ ഒരു കോണർ മെഗ്രഗർ ആണ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സിൽ ടോപ്പ് റാങ്കിങ്ങിൽ വന്നിരിക്കുന്നത്. ഫോർബ്സിന്റെ ലിസ്റ്റ് ആണ് അത് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സ് എന്നുള്ളത്. അതിൽ കോണർ മെഗ്രഗർ എന്ന് പറയുന്ന UFC പ്ലെയർ ആണ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ കോണർ മെഗ്രഗർ എന്നുള്ള പേര് ഓർത്ത് വെച്ചോളുക. UFC പ്ലെയർ ആണ്, ഫോർബ്സിന്റെ ലിസ്റ്റ് ആണ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സ് എന്നുള്ളതും ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 51st ക്വസ്റ്റ്യൻ. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹിമന്ത ബിശ്വ ശർമ്മ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഇലക്ടഡ് ആസ് കൗൺസിൽ ഫോർ ദ പീരീഡ് 2021-25. അപ്പൊ 2021-25 കാലയളവിൽ ഹിമന്ത ബിശ്വ ശർമ്മ ആരായിട്ടാണ് എലക്ട് ചെയ്യപ്പെട്ടത്? ഏത് കൗൺസിലിലേക്കാണ് എലക്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. അപ്പം ഇത് ഏത് കൗൺസിലിലേക്കാണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആണോ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആണോ, ഹോക്കി ഫെഡറേഷൻ ആണോ, ബാഡ്മിന്റൺ ഫെഡറേഷൻ ആണോ, ടെന്നീസ് ഫെഡറേഷൻ ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഹിമന്ത ബിശ്വ ശർമ്മ എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷനിലേക്കാണ്. ഓർത്തിരിക്കുക, ബാഡ്മിന്റൺ ഫെഡറേഷനിലേക്കാണ്. ഇന്ത്യയുടെ ബാഡ്മിന്റൺ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്നുള്ളത്. അപ്പം എന്താണ് ഇത് ഓർത്തിരിക്കുക, വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷനിലേക്കാണ്, കൗൺസിലിലേക്കാണ് ഇത് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മലേഷ്യയിലാണ്, ക്വാലാലംപൂറിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ക്വാലാലംപൂർ, മലേഷ്യ. ക്വാലാലംപൂറിലാണ് വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പൊ ഹിമന്ത ബിശ്വ ശർമ്മ എന്തായിട്ടാണ് വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷന്റെ കൗൺസിലിലേക്കാണ് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് 2021-25 പീരീഡിലേക്കാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 52nd ക്വസ്റ്റ്യൻ. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് വൺ ദ PGA ഗോൾഫ് ചാമ്പ്യൻഷിപ്പ്? അപ്പൊ PGA ഗോൾഫ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ പേര് നമുക്ക് പഠിക്കാം. ഫിൽ മൈക്കൽസൺ അല്ലെങ്കിൽ മൈക്കിൾസൺ എന്നൊക്കെ വായിക്കാം. അപ്പൊ ഫിൽ മൈക്കിൾസൺ ആണ് ഈ ഒരു PGA ഗോൾഫ് ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് 50 വയസ്സാണ് ഉള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓൾഡസ്റ്റ് മേജർ വിന്നാണിത്. ഏറ്റവും പ്രായം കൂടിയ മേജർ വിന്നാണ് ഈ ഫിൽ മൈക്കിൾസന്റേത്. അപ്പൊ PGA ഗോൾഫ് ചാമ്പ്യൻഷിപ്പിന്റെ ഇത്തവണത്തെ വിന്നറാണ് ആര്?
ഫിൽ മെക്കിൾസൺ എന്നുള്ള ഇദ്ദേഹം. 50 വയസ്സാണ് ഇദ്ദേഹത്തിനുള്ളത്. ഓൾഡസ്റ്റ് മേജർ വിന്നർ എന്നുള്ള രീതിയിലാണ് ഇതിന് അവിടെ ആ ഒരു പ്രത്യേകത ഈ ന്യൂസിന് വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യം ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 53rd ക്വസ്റ്റ്യൻ. 53ാമത്തെ ക്വസ്റ്റ്യൻ. E-Committee of Supreme Court has released manual for its free e-court service mobile app. SC's app is available in dash languages. അപ്പോൾ സുപ്രീം കോർട്ടിന്റെ ഒരു ആപ്പ് എന്തിനാ അത് പറയുന്ന ഫ്രീ ഇ കോഡ് സർവീസ് മൊബൈൽ ആപ്പ് എന്നാണ്. അപ്പൊ സുപ്രീം കോർട്ടിന്റെ ഈ കമ്മിറ്റിയാണ് ഈ ഒരു മാനുവൽ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സുപ്രീം കോർട്ടിന്റെ ആപ്പ് എത്ര ലാംഗ്വേജിൽ അവൈലബിൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 14 ലാംഗ്വേജസിലാണ് ഈ ഒരു ആപ്പ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ സുപ്രീം കോർട്ടിന്റെ ആപ്പ് ആണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ സുപ്രീം കോർട്ടിന്റെ ആപ്പിൽ എത്ര ലാംഗ്വേജ് ഉണ്ട്? 14 ലാംഗ്വേജസ് ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 54th ക്വസ്റ്റ്യൻ. Which bank has announced the launch of its fully digitized loan processing system, offering over 50 products to MSME and agricultural sector with over 35 interface touch points? അപ്പൊ എന്താണ്? ഏതോ ഒരു ബാങ്ക് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ലോൺ പ്രോസസ്സിംഗ് സിസ്റ്റം ലോഞ്ച് ചെയ്തു. അവരുടെ ലോൺ പ്രോസസ്സിംഗ് സിസ്റ്റം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എന്താക്കി? ഡിജിറ്റലാക്കി. ഏകദേശം 50ഓളം പ്രോഡക്റ്റ് MSMEക്കും അഗ്രികൾച്ചറിനും വേണ്ടിയിട്ട് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ലോൺ പ്രോസസ്സിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ബാങ്ക് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പം HDFC ആണ് ഈ ഒരു ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ലോൺ പ്രോസസ്സിംഗ് സിസ്റ്റം ആക്കിയിരിക്കുന്നത്. മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ബാങ്കാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? മുംബൈയിലാണ് വരുന്നത്. രാകേഷ് ശർമ്മയാണ് അതിന്റെ CEO എന്ന് പറയുന്നത്. രാകേഷ് ശർമ്മയാണ് CEO. ഇങ്ങനെയുള്ള ആ HDFC ബാങ്കാണ് ലോൺ പ്രോഡക്ട്സ് 50ഓളം പ്രോഡക്റ്റ് MSME അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള 50ഓളം ലോൺ പ്രോഡക്റ്റിനെ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആക്കിയിരിക്കുന്നത് ആരാണ്? HDFC ബാങ്ക് ആണ്. സോ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടാണ്, നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 55th ക്വസ്റ്റ്യൻ. 55ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Who has been appointed as the CEO of the Reserve Bank Innovation Hub, RBIH എന്ന് പറയും. അപ്പൊ ഈ ഒരു റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് രാജേഷ് ബൻസാൽ. രാജേഷ് ബൻസാൽ ആണ് റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബിന്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. നമ്മുടെ ബാങ്കിങ് അവയർനെസ്, ബാങ്കിങ് കറണ്ട് അഫയർ ആണ്, റിസർവ് ബാങ്ക് റിലേറ്റഡ് ആണ്. അപ്പൊ റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. രാജേഷ് ബൻസാൽ എന്നുള്ള പേര് റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ്ബുമായിട്ട് ചേർത്ത് പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 56th ക്വസ്റ്റ്യൻ. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which player has won the 2021 Monaco Grand Prix? അപ്പൊ മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് നേടിയത് ആരാണ്? ഇതിനു മുന്നേ നമ്മൾ 2 ഗ്രാൻഡ് പ്രി പഠിച്ചത്. രണ്ടും നേടിയത് ആരായിരുന്നു? ലൂയിസ് ഹാമിൽട്ടൺ ആയിരുന്നു. തോപ്പിച്ചത് മാക്സ് വെർസ്റ്റപ്പനെ ആയിരുന്നു. എന്നാൽ ഇവിടെ മാക്സ് വെർസ്റ്റപ്പൻ ആണ് ഇവിടെ മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് നേടിയിരിക്കുന്നത്. അപ്പൊ മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് റിലേറ്റഡ് ടു മാക്സ് വെർസ്റ്റപ്പൻ. നമുക്ക് അവസാനം ഗ്രാൻഡ് പ്രി ഒക്കെ ലിസ്റ്റ് ചെയ്ത് പഠിക്കാം, ക്ലൂസ് വെച്ച് ലിസ്റ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ന്യൂസ് ക്വസ്റ്റ്യൻ മാത്രം നോക്കുക. അപ്പൊ മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് 2021 നേടിയിരിക്കുന്ന ആരാണ്? മാക്സ് വെർസ്റ്റപ്പൻ ആണ്. ചിലപ്പോൾ മാക്സ് വെർസ്റ്റപ്പന്റെ കൺട്രി ഏതാണെന്ന് ചോദിക്കാം. നെതർലാൻഡ്സ് ആണെന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, മാക്സ് വെർസ്റ്റപ്പൻ ഫ്രം നെതർലാൻഡ്സ് ഇദ്ദേഹമാണ്. മാക്സ് വെർസ്റ്റപ്പന്റെ റെഡ് ബുൾ ആണ് അവരുടെ സ്പോൺസർ വണ്ടി എന്നുള്ളത് നോട്ട് ചെയ്യാം. ലൂയിസ് ഹാമിൽട്ടന്റെ മെഴ്സിഡസ് പോലെ മാക്സ് വെർസ്റ്റപ്പന്റെ റെഡ് ബുൾ ആണ്. അപ്പൊ മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് നേടിയിരിക്കുന്നത് മാക്സ് വെർസ്റ്റപ്പൻ ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 57th ക്വസ്റ്റ്യൻ. 57ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Who is the author of the book India and Asian Geopolitics, the Past Present? അപ്പൊ ബുക്കാണ് ഇന്ത്യ ആൻഡ് ഏഷ്യൻ ജിയോ പൊളിറ്റിക്സ് എന്നാണ് ആ ബുക്കിന്റെ പേര്. ദ പാസ്റ്റ് പ്രസന്റ് എന്നുള്ളതാണ് അതിന്റെ ബാക്കിയുള്ള ഭാഗം. അപ്പൊ ഇതിന്റെ ഓഥർ ആരാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഈസ് ശിവശങ്കർ മേനോൻ. ശിവശങ്കർ മേനോൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മുൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് ആര്? ശിവശങ്കർ മേനോൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കാണ് ഇന്ത്യ ആൻഡ് ഏഷ്യൻ ജിയോ പൊളിറ്റിക്സ് ദ പാസ്റ്റ് പ്രസന്റ് എന്നുള്ളത്. ഓർത്തിരിക്കേണ്ട എന്താണ്? ശിവശങ്കർ മേനോൻ എന്നുള്ള പേര് ഈ ഒരു ബുക്കിനോട് സാമ്യപ്പെടുത്തുക. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ജിയോ പൊളിറ്റിക്സിനെ പറ്റിയിട്ടുള്ള ബുക്ക് എഴുതിയത് ഫോർമർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള ആരാണ്? ശിവശങ്കർ മേനോൻ ആണ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 58th ക്വസ്റ്റ്യൻ. Which team has won
the 2020-21 La Liga title? നേരത്തെ നമ്മളൊരു ബാഴ്സലോണ ക്ലബ്ബ് പഠിച്ചായിരുന്നു, അത് UEFA ആണ്, അതിൽ വുമൻസിന്റെ ആണ് ബാഴ്സലോണ പഠിച്ചത്. ഇത്തവണ നമ്മളോട് ചോദിച്ചേക്കുന്ന ലാ ലീഗ 2020-21 ടൈറ്റിൽ നേടിയ ക്ലബ്ബ് ഏതാണ് അല്ലെങ്കിൽ ടീം ഏതാണ് എന്നാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് സ്പാനിഷ് ക്ലബ്ബാണ്, സ്പെയിനിലുള്ള ക്ലബ്ബാണ്. അപ്പം അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ഇത്തവണത്തെ 2020-21 ലാ ലീഗ ടൈറ്റിൽ നേടിയിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടാണ്. അപ്പൊ 2020-21 ലാ ലീഗ ടൈറ്റിൽ നേടിയിരിക്കുന്ന ആരാണ്? സ്പാനിഷ് ക്ലബ് ആയിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 59th question. Which bank has issued the first ever foreign portfolio investor FPI license to the GIFT IFSC Alternative Investment Fund of Tribeca Global? അപ്പൊ ഇവിടെ എന്താണ്? ഒരു ബാങ്ക് എന്തോ ഇഷ്യൂ ചെയ്തു. എന്ത് ഇഷ്യൂ ചെയ്തു? ഫസ്റ്റ് എവർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ, FPI എന്ന് പറയും. അപ്പം ഈ ഒരു പോർട്ട്ഫോളിയോ ഇഷ്യൂ ചെയ്തത്, ആ ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്തത് ആർക്കാണ്? ഗിഫ്റ്റ് IFSC AIF അല്ലെ? ഗിഫ്റ്റ് AIF എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. അത് ആരുടെയാ? ട്രൂബെക്കൺ ഗ്ലോബലിന്റെ ആണ്. അപ്പൊ അത് ഏത് ബാങ്ക് ആണ് ഇഷ്യൂ ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ആണ് FPI റിലേറ്റ് ചെയ്ത് പഠിക്കുക. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ആണ് ഫസ്റ്റ് എവർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ട്രൂബെക്കൺ ഗ്ലോബലിന്റെ ഗിഫ്റ്റ് IFSC AIF ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് ആ ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്തത് ആരാണ്? കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ആണ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന്റെ ആദ്യത്തെ ന്യൂസ് ആണ് ഇത്. അത് FPI റിലേറ്റഡ് ആണ് എന്നുള്ളതും നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 60th question. 60ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which state government launched Sanjeevani Pariyojana to provide for supervised and quick medical care at home for people in rural areas with mild to moderate symptoms of COVID-19? അപ്പൊ സഞ്ജീവനി പരിയോജന ഇതെന്താണ്? ഒരു റൂറൽ ഏരിയാസിലുള്ള വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് മെഡിക്കൽ കെയർ സൂപ്പർവൈസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സഞ്ജീവനി പരിയോജന എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. അത് മൈൽഡ് ടു മോഡറേറ്റ് സിംറ്റംസ് കാണിക്കുന്നവർക്കാണെന്ന് സ്പെഷ്യലി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ സഞ്ജീവനി പരിയോജന ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഹരിയാന. ഹരിയാനയാണ് സഞ്ജീവനി പരിയോജന എന്നുള്ള ഈ ഒരു പ്രോഗ്രാം. അപ്പം സഞ്ജീവനി പരിയോജന എന്നുള്ളതിന്റെ പരിയോ അല്ലെങ്കിൽ പരി എന്നുള്ളത് ഓർത്താൽ ഹരി എന്ന് പഠിക്കാം. അപ്പൊ പരിയോജന ഹരിയാന, പരിയോജന ഹരിയാന അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ. അതർവൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. അപ്പോൾ ഹരിയാനയുടെയാണ് സഞ്ജീവനി പരിയോജന. എന്തെങ്കിലും മോഡറേറ്റ് മൈൽഡ് സിംറ്റം COVID-19 കാണിക്കുന്ന റൂറൽ ഏരിയാസിലുള്ള വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നുള്ള മെഡിക്കൽ കെയറിനെ സൂപ്പർവൈസ് ചെയ്യാനും പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് സഞ്ജീവനി പരിയോജന എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഹരിയാന ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഹരിയാനയുടെ CM ആയിട്ടുള്ള മനോഹർ ലാൽ ഖട്ടർ ആണ് ഇത് അനൗൺസ് ചെയ്തത്. മനോഹർ ലാൽ ഖട്ടർ ആണ് ഇത് അനൗൺസ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 61st question. 61ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് മുഖ്യമന്ത്രി വാത്സല്യ യോജന ഫോർ ഓർഫൻഡ് ചിൽഡ്രൻ ഹു ഹാവ് ലോസ്റ്റ് ദെയർ പേരൻസ് ഡ്യൂ ടു COVID-19? COVID-19 കൊണ്ട് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട ഓർഫൻഡ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി വാത്സല്യ യോജന എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. ഉത്തരാഖണ്ഡ് ആണ് ഈ ഒരു വാത്സല്യ യോജന കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഉത്തരാഖണ്ഡിനാണ് വാത്സല്യം കൂടുതൽ എന്നൊക്കെ വേണമെങ്കിൽ രസകരമായിട്ട് ഓർത്തിരിക്കാം. ഉത്തരാഖണ്ഡിനാണ്, ഉത്തർപ്രദേശിനല്ല, ഉത്തരാഖണ്ഡിനാണ് വാത്സല്യം കൂടുതൽ എന്ന് ഓർത്തിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. ഇതെന്തിനാണ്? അച്ഛനമ്മമാരെ COVID-19 മൂലം നഷ്ടപ്പെട്ട ഓർഫൻഡ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മുഖ്യമന്ത്രി വാത്സല്യ യോജന എന്നുള്ളത്. അപ്പൊ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിലെ TS റവാട്ട് ആണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് തീരത് സിംഗ് എന്നാണ് ഇത്. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. തീരത് സിംഗ് റവാട്ട് എന്നാണ് അദ്ദേഹം അവിടെ CM-ന്റെ പേര്. ഉത്തരാഖണ്ഡ് CM ആയിട്ടുള്ള TS റവാത്ത് ആണ് ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വാത്സല്യ യോജന. അപ്പൊ വാത്സല്യം കൂടുതലുള്ളത് ആർക്കാണ്? ഉത്തരാഖണ്ഡിനാണ്, ഉത്തർപ്രദേശിനല്ല എന്ന് പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 62nd question. 62ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സ്പേസ് ഏജൻസി ഹാസ് ഡിസൈഡഡ് ടു സെൻഡ് ഫസ്റ്റ് മൊബൈൽ റോബോട്ട്? ആലോചിക്കുക, ഫസ്റ്റ് മൊബൈൽ റോബോട്ട് എന്താ അട്രാക്റ്റീവ് ആണല്ലേ, മൊബൈൽ റോബോട്ട്. അപ്പൊ ഏത് സ്പേസ് ഏജൻസിയാണ് ഒരു മൊബൈൽ റോബോട്ടിനെ സെൻഡ് ചെയ്യുന്നത്? എങ്ങോട്ട്? ടു ദ മൂൺ.
ചന്ദ്രനിലേക്ക് in late 2023 in search of ice and other resources on and below the lunar surface. lunar surfaceൻ്റെയോ അതിൻ്റെ താഴെയോ ഉള്ള ഐസും അതർ റിസോഴ്സസിനെയും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ റോബോട്ടിനെ ചന്ദ്രനിലേക്ക് വിടുന്നു. ഏത്? സ്പേസ് ഏജൻസി, മറ്റാരുമല്ല, നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ നാസ തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് മൊബൈൽ റോബോട്ടിനെ വിടുന്നത്. ഇനി ഈ ഒരു മൊബൈൽ റോബോട്ടിന്റെ പേരാണ് വൈപ്പർ. ഈ വൈപ്പറിന്റെ ഒരു ഫുൾ ഫോം ഉണ്ട്, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വോളറ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലനേഷൻ റോവർ എന്നാണ് ഇതിന്റെ പേര്. അപ്പം അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വൈപ്പർ എന്നാണ് ആ ഒരു മൊബൈൽ റോബോട്ടിന്റെ പേര്. ഇത് മൂണിലേക്കാണ് വിടുന്നത്. ഐസും അതേപോലെയുള്ള അതർ റിസോഴ്സസിനെയും ലൂണാർ സർഫസിൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2023 അവസാനത്തോടു കൂടിയിട്ട് ഈ ഒരു മൊബൈൽ റോബോട്ടിനെ ആര് വിടുന്നത്? നാസ വിടുന്നത്. മൊബൈൽ റോബോട്ടിന്റെ പേരാണ് വൈപ്പർ എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 63rd ക്വസ്റ്റ്യൻ. 63ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Who has been appointed as the new director of the Central Bureau of Investigation? CBI-യുടെ ന്യൂ ഡയറക്ടർ ജനറൽ. അപ്പൊ ആരാണ് CBI-യുടെ പുതിയ ന്യൂ ഡയറക്ടർ ജനറൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് സുബോധ് ജയ്സ്വാൾ. സുബോധ് ജയ്സ്വാൾ ആണ് CBI-യുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി. ഇതിന് മുന്നേ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ, ഋഷി കുമാർ ശുക്ല ആയിരുന്നു. ഋഷി കുമാർ ശുക്ല ആയിരുന്നു ഇതിന് മുന്നത്തെ ആര്? ഈ CBI-യുടെ CBI-യുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഋഷി കുമാർ ശുക്ല ആയിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഡയറക്ടർ എന്ന് പറയുന്നതാണ് ആര്? സുബോധ് ജയ്സ്വാൾ. ഇപ്പൊ സുബോധ് ജയ്സ്വാൾ CISF-ന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. ഓക്കെ, CISF-ന്റെ ഡയറക്ടർ ജനറൽ ഇപ്പൊ ആരാണ്? CBI-യുടെ ഡയറക്ടറാണ്. അപ്പൊ ആ ഒരു കാര്യം അറിയിക്കുക. CISF-ന്ന് CBI-യിലേക്ക് വന്നതാണ് ആര്? സുബോധ് ജയ്സ്വാൾ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 64th ക്വസ്റ്റ്യൻ. 64ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Paycor is a global payment solution company of which country? ഏത് കൺട്രിയുടെയാണ്? That has been onboarded by NPCI as one of the certified partners for RuPaySoft POS to drive cashless payment across the country. അപ്പോൾ NPCI ഓൺബോർഡ് ചെയ്ത RuPaySoft POS-ഉമായിട്ട് ലോഞ്ച് ചെയ്ത, അതായത് അതിനുമായിട്ട് ഓൺബോർഡ് ചെയ്ത ഈ പേക്കോർ എന്ന് പറയുന്ന, പേടിഎം ഒക്കെ പോലെ പേക്കോർ എന്ന് പറയുന്ന ഈ ഒരു പേയ്മെന്റ് സൊല്യൂഷൻ കമ്പനി ഏത് രാജ്യത്തിൻ്റെയാണ് എന്നുള്ളതാണ് ചോദ്യം. NPCI ഓൺബോർഡ് ചെയ്തതാണ്. മെയിൻ ഓർത്തിരിക്കുക, ടർക്കിയുടെയാണ് ഈ പേക്കോർ എന്ന് പറയുന്ന ഈ ഒരു പേയ്മെന്റ് സൊല്യൂഷൻ കമ്പനി എന്നുള്ളത് ഓർത്തിരിക്കുക. RuPaySoft POS-ന്റെ സർട്ടിഫൈഡ് പാർട്ട്ണറായിട്ടാണ് NPCI അതിനെ ഓൺബോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ട സംഗതിയാണ്. അപ്പൊ പേക്കോർ ടർക്കി എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ള സംഗതി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 65th ക്വസ്റ്റ്യൻ. With which country India has signed a 3-year work program for development in agriculture cooperation? അപ്പൊ അഗ്രികൾച്ചർ കോർപ്പറേഷന് വേണ്ടിയിട്ട് ഒരു 3 വർഷത്തെ വർക്ക് പ്രോഗ്രാം ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയും ഇസ്രയേലും കൂടിയാണ്. അപ്പം ഇന്ത്യയും ഇസ്രയേലും കൂടി ഇവർ തമ്മിലൊരു മിലിറ്ററി അഗ്രിമെന്റ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ മിലിറ്ററി അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതാ അഗ്രികൾച്ചർ കോർപ്പറേഷന് വേണ്ടിയിട്ടും, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഒരിടത്ത് വാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ മറ്റിടത്ത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ളത് നടക്കുന്നുണ്ടെന്ന് ആലോചിക്കാം. അപ്പൊ ഇന്ത്യയും ഇസ്രയേലും തമ്മിലാണ് അഗ്രികൾച്ചർ കോർപ്പറേഷന് വേണ്ടിയിട്ട് ഒരു 3 വർഷത്തെ വർക്ക് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയും ഇസ്രയേലും അഗ്രികൾച്ചർ എന്നുള്ളതോട് നിങ്ങൾ അതിനെ കൂടെ ആഡ് ഓൺ ചെയ്ത് പഠിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 66th ക്വസ്റ്റ്യൻ. Which state launched Mission Oxygen Self-Reliance Scheme? അപ്പൊ ഒരു സ്കീമാണ് മിഷൻ ഓക്സിജൻ സെൽഫ് റിലയൻസ്. അപ്പൊ ഇത് കൊണ്ടുവന്നത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് മഹാരാഷ്ട്രയാണ് ഈ ഒരു മിഷൻ ഓക്സിജൻ സെൽഫ് റിലയൻസ് സ്കീം കൊണ്ടുവന്നത്. അപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ ഒരുപാട് കോവിഡ് കൂടിയ കേസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹോസ്പിറ്റൽസിലൊക്കെ ഓക്സിജൻ ഭയങ്കരമായിട്ട് ക്ഷാമമാണ്. അപ്പൊ അത് അവർക്ക് ഈ ഒരു സ്കീമിലൂടെ അവർക്ക് ആ ഒരു ഓക്സിജൻ ഷോർട്ടേജ് ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അപ്പൊ മിഷൻ ഓക്സിജൻ സെൽഫ് റിലയൻസ് സ്കീം ലോഞ്ച് ചെയ്തത് ആരാണ്? മഹാരാഷ്ട്രയാണ്. അപ്പൊ മഹാരാഷ്ട്രയാണെന്നുള്ളത് ഓർത്തിരിക്കുക.
അപ്പോൾ കോവിഡ് ഏറ്റവും കൂടുതൽ കൂടി പ്രശ്നങ്ങൾ, ഓക്സിജൻ സപ്ലൈ കുറവായത് എവിടെ തന്നെയാണ്? മഹാരാഷ്ട്രയിൽ തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 67th question. According to Barclays, what is the estimated GDP growth rate of Indian economy for fiscal 2021-22? അപ്പൊ 2021-22 ഇന്ത്യൻ എക്കണോമിയുടെ GDP ഗ്രോത്ത് റേറ്റ് ആര് നിർണയിച്ചു? ബാർക്ലേസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി. അവര് ഓരോ കമ്പനീസും ഇതേപോലെ തന്നെ പ്രൊജക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്തില് എന്താ, ഇന്ത്യൻ എക്കണോമിയുടെ GDP ഗ്രോത്ത് റേറ്റ് 2021-22 അക്കോർഡിംഗ് ടു ബാർക്ലേസ് എത്രയാണ്? 7.7% ആണ് ഈ ഒരു GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 68th question. Which country is designing a new Earth System Observatory to guide efforts related to climate change and disaster mitigation? ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ഡിസാസ്റ്റർ മിറ്റിഗേഷനും റിലേറ്റ് ചെയ്ത് ഉള്ള എഫേർട്ടിന്, അപ്പം അതിന് ഏത് കൺട്രിയാണ് ഈ ഒരു എർത്ത് സിസ്റ്റം ഒബ്സർവേറ്ററി ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ഇത് മറ്റാരുമല്ല, US തന്നെയാണ്. ഓക്കെ, US-ല് നാസയാണ് ഇത് ശരിക്കും ചെയ്യുന്നത്, ഈ ഒരു എർത്ത് സിസ്റ്റം ഒബ്സർവേറ്ററി ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഈ ഗൂഗിൾ എർത്ത് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സംഭവമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിനും ക്ലൈമറ്റിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എർത്ത് സിസ്റ്റം ഒബ്സർവേറ്ററി ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ. അപ്പൊ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയാണ്, നാസയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ നാസയെ പറ്റി പറയുകയാണെങ്കിൽ നാസയും ISROയും തമ്മിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ISROയും തമ്മിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് നിസാർ എന്നാണ് അതിന്റെ പേര്. ഇത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് NISAR. ഈ എന്നും ഐയും എന്താണ്? നാസയും ISROയുമാണ്. ഇനി മറ്റേത് സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നാണ്. സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ എർത്തിന്റെ സർഫസിലുള്ള ക്ലൈമറ്റ് ചേഞ്ചസ് അതിനെയൊക്കെ 2 റഡാർ വെച്ചിട്ട് ഇതിനെ അറിയാനൊക്കെ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയും അമേരിക്കയും കൂടി ചേർന്ന്, അതായത് ISROയും നാസയും കൂടി ചേർന്നുള്ള ഒരു ഇതാണ് നിസാർ എന്ന് പറയുന്നത്. അപ്പൊ 2 റഡാറാണ് വിടുന്നത്. ഈ 2 റഡാർ എന്ത് ചെയ്യും? എർത്തിന്റെ സർഫസിലുള്ള ചേഞ്ചസിനെ മെഷർ ചെയ്യും. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നാസയും ISROയും ആയിട്ടുള്ള നിസാർ, NISAR, നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ. അപ്പൊ അതെന്തിനാണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇത് റിലേറ്റഡ് ടു ദിസ് ന്യൂസ് ആണ്. എർത്ത് സിസ്റ്റം ഒബ്സർവേറ്ററി ആരുടെയാണ്? US-ന്റെയാണ്, നാസയാണ്. അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിനും ക്ലൈമറ്റ് മാനേജ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്സർവേറ്ററി ആണ്. ഈ 2 കാര്യങ്ങൾ ഇതിനകത്ത് ഒന്ന് നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 69th question. The world's largest iceberg has recently been broken from the Ronne ice shelf in Antarctica. അന്റാർട്ടിക്കയിലെ റോണി ഐസ് ഷെൽഫിൽ നിന്നും വേൾഡിലെ ഏറ്റവും വലിയ ഐസ്ബർഗ് ബ്രോക്കൺ ആയി എന്നുള്ള ഒരു ന്യൂസ് ആണ്. അപ്പൊ ആ ഒരു ഐസ്ബർഗിന്റെ പേരെന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. A76 എന്നാണ് ആ ഒരു ഐസ്ബർഗിന്റെ പേര്. അപ്പൊ വേൾഡ്സ് ലാർജസ്റ്റ് ഐസ്ബർഗ് എന്നാണ് ഇതിന്റെ പേര്. അപ്പം 76 അടിയെന്നോ അങ്ങനെ എന്തെങ്കിലും പഠിക്കുക. കാരണം A76 വേറെ നമ്പർ വന്നാൽ തെറ്റിപ്പോകരുത്. A76 എന്നാണ്, 76 അടിയുള്ള ഐസ്ബർഗ് ആണ് എന്നെല്ലാം കണക്ട് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ ഈ 76-നെ നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പഠിക്കുക. വേൾഡ്സ് ലാർജസ്റ്റ് ഐസ്ബർഗിന്റെ പേരാണ് A76. അത് അന്റാർട്ടിക്കയിലെ റോണി ഐസ് ഷെൽഫിൽ നിന്ന് ബ്രോക്കൺ ആയി എന്നുള്ളൊരു ന്യൂസ് ആണ് ഇതിനകത്തെ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 70th question. Prime Minister of which country has announced that they will work along with WHO and other nations to develop an advanced international pathogen surveillance network to identify COVID-19 variants and emerging diseases? COVID-19 പുതിയ വേരിയൻസിനെയും അതുവഴി വരുന്ന അസുഖത്തിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ പാത്തജൻ സർവൈലൻസ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏത് കൺട്രിയാണ് WHO-യും ബാക്കി നേഷൻസുമായിട്ട് ചേർന്ന് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തത്? ഏത് കൺട്രിയുടെ പ്രൈം മിനിസ്റ്റർ ആണ്? ഏത് കൺട്രി ആണെന്ന് പഠിച്ചാലും മതി. അപ്പൊ ഏത് കൺട്രിയുടെ പ്രൈം മിനിസ്റ്റർ ആണ് എന്നാണ് ചോദ്യം. അപ്പം UK-യുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ആരാണ് UK-യുടെ പ്രൈം മിനിസ്റ്റർ? ബോറിസ് ജോൺസൺ ആണ് UK-യുടെ പ്രൈം മിനിസ്റ്റർ. ബോറിസ് ജോൺസൺ ആണ് പറഞ്ഞത് എന്ത്? അവര് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും മറ്റു കൺട്രീസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും. എന്തിന്? ഒരു ഇന്റർനാഷണൽ പാത്തജൻ സർവൈലൻസ് നെറ്റ്വർക്കിന്. എന്താ അത് ചെയ്യുന്നത്?
COVID-19 പുതിയ വേരിയൻസിനെയും അതേപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങളെയും ഒക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമെന്നാണ് UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബോറിസ് ജോൺസൺ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 71st question. Who has authored the book titled Sach Kahun To? അപ്പം നോക്കുക, സച്ച് കഹൂൻ തോ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഈ സച്ച് കഹൂൻ തോ എന്ന് പറയുന്ന ഈ ഒരു ബുക്കിന്റെ ഓഥർ ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ബുക്കിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മളത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം ഒരുപാട് ബുക്കുകൾ നമ്മളിപ്പോ പറഞ്ഞു. നമുക്ക് എന്തായാലും ബുക്കിനെ പറ്റിയിട്ടുള്ള കറണ്ട് അഫയർ നമുക്ക് പ്രത്യേകം ഒരു ഇതിലെടുത്ത് ചെയ്യാനുണ്ട്. കാരണം ഒരുപാട് ന്യൂസുകളുണ്ട് ബുക്സിലും ഓതേഴ്സിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ നോക്കുക. സച്ച് കഹൂൻ തോ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് ഒരു ആക്ട്രസ് എഴുതിയ ബുക്കാണ് എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു ക്ലൂ കണ്ടെത്തി ചെയ്യുക. സച്ച് കഹൂൻ തോ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ഒരു ആക്ട്രസ് ആണ്, ബോളിവുഡ് ആക്ട്രസ് ആണ്. അപ്പൊ ഈ ബോളിവുഡ് ആക്ട്രസിന്റെ പേരാണ് നീന ഗുപ്ത. അപ്പൊ നീന ഗുപ്തയുടെ ബുക്കാണ് എന്ത്, സച്ച് കഹൂൻ തോ എന്ന് പറയുന്ന ബുക്ക്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പെൻഗ്വിൻ ഇന്ത്യയാണ്. പെൻഗ്വിൻ ഇന്ത്യയും ഹാർപ്പർ കോളിൻസും എല്ലാം കൂടെ നമുക്ക് ബുക്കിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പ്രത്യേകം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. തൽക്കാലം ഇതിങ്ങനെ പഠിക്കുക. സച്ച് കഹൂൻ തോ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ്, ബോളിവുഡ് ആക്ട്രസ് ആയിട്ടുള്ള നീന ഗുപ്തയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 72nd question. Who became the first Indian to win the Rudolf V. Schindler Award from the American Society of Gastrointestinal Endoscopy, ASGE, American Society of GE, അതാണ് ASGE എന്ന് പറയുന്നത്. അപ്പൊ അവിടെ റുഡോൾഫ് ഷിൻഡർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ആരാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡി. ഓക്കെ, സോറി. അപ്പോൾ ആരാണ് ആദ്യത്തെ ഇന്ത്യൻ റുഡോൾഫ് ഷിൻഡർ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡിയാണ്. ഇതെവിടെ വെച്ചിട്ടാണ്? അമേരിക്കൻ സൊസൈറ്റി ഓഫ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ എൻഡോസ്കോപ്പി അഥവാ ASGE എന്ന് പറയുന്ന ആ ഒരു സൊസൈറ്റിയിൽ വെച്ചാണ് ഈ ഒരു അവാർഡ്, റുഡോൾഫ് വി ഷിൻഡർ അവാർഡ് നേടിയത് ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡിക്കാണ് റുഡോൾഫ് വി ഷിൻഡർ അവാർഡ് നേടിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു 73rd question. After whom the Mohali International Hockey Stadium has been renamed by the Government of Punjab? വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹോക്കി സ്റ്റേഡിയമാണ് മൊഹാലി ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം. ഇത് ആരുടെ പേരിലാണ്, ഗവൺമെന്റ് ഓഫ് പഞ്ചാബ് ആരുടെ പേരിലാണ് റീനെയിം ചെയ്തത് എന്നാണ് ചോദ്യം. അത് മറ്റാരുമല്ല, നമ്മുടെ സെന്റർ ഫോർവേഡ് ആയിരുന്ന ബാൽബീർ സിംഗ് സീനിയറിന്റെ പേരിൽ തന്നെയാണ്. അപ്പൊ ബാൽബീർ സിംഗ് സീനിയറിന്റെ പേരിലായിരിക്കും മൊഹാലി ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം ഇനി മുതൽ അറിയപ്പെടുക. മൊഹാലി ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം അറിയപ്പെടുക ബാൽബീർ സിംഗ് സീനിയർ എന്നുള്ള ആളുടെ പേരിലായിരിക്കും. അത് റീനെയിം ചെയ്തത് ആരാണ്? ഗവൺമെന്റ് ഓഫ് പഞ്ചാബ് ആണ്. ഓക്കെ, പഞ്ചാബിന്റെ CM ആരാണ്? അമരീന്ദർ സിംഗ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 74th question. The World Health Organization has signed an MOU with which country to launch the first WHO BioHub facility as part of the WHO BioHub system? ഇപ്പം BioHub ഫെസിലിറ്റി ഫസ്റ്റ് WHO BioHub ഫെസിലിറ്റി ആണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏത് കൺട്രിയുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സ്വിറ്റ്സർലൻഡുമായിട്ട് ചേർന്നിട്ടാണ്. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും സ്വിറ്റ്സർലൻഡും ചേർന്നുകൊണ്ടാണ് ഈ BioHub ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും സ്വിറ്റ്സർലൻഡുമായിട്ട് ചേർന്നാണ് BioHub ഫസ്റ്റ് WHO BioHub ഫെസിലിറ്റി ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 75th question. 75ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു ദ ഫോർബ്സ് റിയൽ ടൈം ബില്യണയേഴ്സ് ലിസ്റ്റ്, ഹു ബിക്കെയിം ദ വേൾഡ്സ് റിച്ചസ്റ്റ് പേഴ്സൺ? അപ്പം ഫോർബ്സിന്റെ അടുത്ത ലിസ്റ്റ് ആണ് റിയൽ ടൈം ബില്യണയേഴ്സ് ലിസ്റ്റ്. അപ്പൊ ഈ ഒരു റിയൽ ടൈം ബില്യണയേഴ്സ് ലിസ്റ്റിൽ ആരാണ് ടോപ്പിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വേൾഡ് റിച്ചസ്റ്റ് പേഴ്സൺ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ജെഫ് ബെസോസ്, ഇതുള്ള ഒരുപാട് പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ബട്ട് അവരെയൊക്കെ പിന്തള്ളി ബെർണാഡ് അർണോൾട്ടിനെ അറിയാലോ, ഫ്രഞ്ച് ഫാഷൻ ടൈക്കൂൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ബെർണാഡ് അർണോൾട്ട് ആണ് ഇത്തവണത്തെ ഫോർബ്സിന്റെ റിയൽ ടൈം ബില്യണയേഴ്സ് ലിസ്റ്റിൽ ടോപ്പ് വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഫ്രഞ്ചിൽ നിന്ന്, അപ്പൊ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് തന്നെ കേട്ടോ, ഫ്രഞ്ച്
ഫാഷൻ ടൈക്കൂൺ. ഫ്രഞ്ച് ഫാഷൻ ടൈക്കൂൺ ആണ് ആര്? ബെർണാഡ് അർണോൾഡ്. അപ്പൊ അദ്ദേഹമാണ് ഫോബ്സിന്റെ വേൾഡ് റിച്ചസ്റ്റ് പേഴ്സൺ ലിസ്റ്റിൽ, റിയൽ ടൈം ബില്യണയേഴ്സ് ലിസ്റ്റിൽ ടോപ്പിൽ വന്നിരിക്കുന്ന ആള്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 76th ക്വസ്റ്റ്യൻ. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ ഹൂസ് ചെയർമാൻഷിപ്പ് International Financial Services Centers Authority IFSCA, the regulator of GIFT City, constituted a 12-member expert committee on investment fund. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ആരുടെ ചെയർമാൻഷിപ്പിലാണ് എന്ത്? ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസസ് സെന്റേഴ്സ് അതോറിറ്റി IFSCA. അപ്പൊ ഈ ഒരു IFSCA, the regulator of GIFT City, constituted a 12-member expert committee of investment funds. ആരുടെ ചെയർമാൻഷിപ്പിലാണ് എന്നാണ് ചോദ്യം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് നിലേഷ് ഷാ. അപ്പൊ നിലേഷ് ഷായുടെ ചെയർമാൻഷിപ്പിലാണ് എന്ത്? IFSCA, the regulator of GIFT City എന്നറിയപ്പെടുന്ന IFSCA ഒരു 12-member എക്സ്പേർട്ട് കമ്മിറ്റിയെ ക്രിയേറ്റ് ചെയ്തത് നിലേഷ് ഷായുടെ ചെയർമാൻഷിപ്പിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 77th ക്വസ്റ്റ്യൻ. 77ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹു വിൽ ഒഫീഷ്യലി ബിക്കം ദ നെക്സ്റ്റ് CEO ഓഫ് ആമസോൺ ഓൺ ജൂലൈ 5th? ജൂലൈ 5-ാം തീയതി ആമസോണിന്റെ പഴയ CEO ആയിട്ടുള്ള ആര്? ജെഫ് ബെസോസ് പടിയിറങ്ങുകയാണ്. അപ്പൊ ആരാണ് ഒഫീഷ്യലി നെക്സ്റ്റ് CEO ആയിട്ട് ചാർജ് എടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ആൻഡി ജസി. ആൻഡി ജസി ആണ് ആമസോണിന്റെ പുതിയ CEO. അപ്പൊ പഴയ CEO ആയിട്ടുള്ള ബെസോസ് എക്സിക്യൂട്ടീവ് ചെയറിലേക്ക് കയറുവാണ്. എക്സിക്യൂട്ടീവ് ചെയറിലേക്ക് കയറും. അപ്പൊ ആരാണ് പുതിയ CEO ആയിട്ട് ചാർജ് എടുക്കുക? ആൻഡി ജസി ആയിരിക്കും ഇനി ആമസോണിന്റെ പുതിയ CEO ആയിട്ട് ചാർജ് എടുക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 78th ക്വസ്റ്റ്യൻ. 78ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Who has assumed the presidency of Ecuador and has become the first right-wing leader in 14 years in Ecuador? അപ്പൊ ഇക്വഡോറിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. ആദ്യത്തെ റൈറ്റ് വിങ് ലീഡർ ആണ്, 14 വർഷത്തിന് ശേഷമുള്ള റൈറ്റ് വിങ് ലീഡർ ആണ് ഇദ്ദേഹം എന്ന് പറയുന്നുണ്ട്. ഇക്വഡോർ ആണ് കൺട്രി. അവിടുത്തെ പുതിയ പ്രസിഡന്റിന്റെ പേരാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഗ്വില്ലേർമോ ലസോ. അതെങ്ങനെ വേണേൽ വായിക്കാം. ഗ്വില്ലേർമോ ലാസോ ആണ്. 65 വയസ്സാണ് ഇദ്ദേഹത്തിന്. ഗ്വില്ലേർമോ ലാസോ ആണ് ഇക്വഡോറിന്റെ പുതിയ പ്രസിഡന്റ്. അദ്ദേഹം റൈറ്റ് വിങ് ലീഡർ ആണ്. ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ 14 വർഷത്തിന് ശേഷമാണ് ഒരു റൈറ്റ് വിങ് ലീഡർ അവിടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഇതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത 79ാമത്തെ ന്യൂസ് ആണ് നോക്കാനുള്ളത്. Who has been named as a recipient of prestigious FIH International Hockey Federation President Award? അപ്പൊ FIH പ്രസിഡന്റ് അവാർഡ് നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ പേര് പഠിക്കാം, എന്നിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് പറയാം. VK പാണ്ഡ്യൻ എന്നാണ് പേര്. ഈ VK പാണ്ഡ്യൻ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഒഡീഷയുടെ CM ആയിട്ടുള്ള നവീൻ പട്നായിക്കിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ്. ഇനി എന്തിനാണ് ഈ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഈ ഒരു ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റ് അവാർഡ് കൊടുക്കുന്നത്? നമുക്കറിയാം, ഭുവനേശ്വറിൽ വെച്ച് നടന്ന ഹോക്കി വേൾഡ് കപ്പ് ഓർഗനൈസ് ചെയ്തത് ആരാണ്? ഈ VK പാണ്ഡ്യനാണ്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നു. വളരെ വലിയ കോൺട്രിബ്യൂഷൻ ആണ് VK പാണ്ഡ്യന്റെ അടുത്തു നിന്നും ഉണ്ടായത്. അപ്പൊ അതിന്റെ ഒരു റെക്കഗ്നിഷൻ എന്ന വണ്ണമാണ് ഈ ഒരു FIH പ്രസിഡന്റ് അവാർഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് അവാർഡ് ആർക്ക് കിട്ടിയത്? ഈ ഒഡീഷ CM ആയിട്ടുള്ള നവീൻ പട്നായിക്കിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള VK പാണ്ഡ്യന് കിട്ടിയത്. അപ്പൊ എന്തിനാണ് ഈ അവാർഡ് കിട്ടിയെന്നുള്ളത് ക്ലിയർ ആയല്ലോ. VK പാണ്ഡ്യൻ എന്നുള്ള പേര് ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റ് അവാർഡാണ് കിട്ടിയത് എന്നുള്ളതും ഓർത്തു വെക്കുക. സോ ലെറ്റ്സ് ഗോ ടു 80th ക്വസ്റ്റ്യൻ. 80ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which country has been working towards developing a mobile tech platform, Unite Aware? ഇതെന്താ സംഭവം? A mobile tech platform എന്താണ്? That will help increase situational awareness and provides terrain related information to peacekeepers. പീസ് ആയിട്ടുള്ളവർക്ക് ടെറൈൻ റിലേറ്റഡ് ഇൻഫോർമേഷനും അതേപോലെ അവയർനെസ്സും ഒക്കെ കൊടുക്കാനായിട്ട് ഒരു യുണൈറ്റ് അവെയർ എന്നുള്ള ഈ ഒരു മൊബൈൽ ടെക് പ്ലാറ്റ്ഫോം
അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏത് കൺട്രിയാണ് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അത് മറ്റാരുമല്ല, ഇന്ത്യ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തിനുള്ളതാണ്? ടെറൈൻ റിലേറ്റഡ് ഇൻഫർമേഷൻ പീസ് കീപ്പേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ത്യയാണ് യുണൈറ്റ് അവെയർ എന്നുള്ള ഈ ഒരു മൊബൈൽ ടെക് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 81st question. Who has been conferred with Spain's top princess of Asturias award in the social science category? അപ്പൊ സോഷ്യൽ സയൻസ് കാറ്റഗറിയിൽ സ്പെയിൻസ് ടോപ്പ് പ്രിൻസസ് ഓഫ് ഓസ്റ്റൂരിയാസ് അവാർഡ് നേടിയത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് അമർത്യ സെൻ. അമർത്യ സെൻ ആണ് ഈ ഒരു സോഷ്യൽ സയൻസ് കാറ്റഗറിയിൽ, അതാണ് ഇമ്പോർട്ടൻസ്. സോഷ്യൽ സയൻസ് കാറ്റഗറിയിൽ സ്പെയിൻസ് ടോപ്പ് പ്രിൻസസ് ഓഫ് അസ്റ്റൂരിയാസ് അവാർഡ് നേടിയത് ആർക്കാണ്? അമർത്യ സെന്നിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 82nd ന്യൂസ്. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് ദി ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ്? അപ്പോൾ INCB എന്താണ്? ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് ആണ്. ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് വിയന്ന ബേസ്ഡ് ആണ്, അറിയാലോ. ഹെഡ് ക്വാർട്ടേഴ്സ് വിയന്ന ആണ്, ഓസ്ട്രിയ. ഓക്കെ, വിയന്നയിലാണ് ഈ ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ജഗ്ജിത് പവാഡിയ. ജഗ്ജിത് പവാഡിയ ആണ് ഈ ഒരു ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റ് ആണ്. എല്ലായിടത്തും ഇന്ത്യക്കാരാണ് അല്ലെ. അപ്പൊ ജഗ്ജിത് പവാഡിയ ആണ് ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ജഗ്ജിത് പവാഡിയ എന്നുള്ളതാണല്ല, പെണ്ണാണ്. അപ്പൊ ജഗ്ജിത് പവാഡിയ ആണ് ഈ ഒരു INCB അല്ലെങ്കിൽ ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വിയന്ന ആണ്. ഈ ജഗ്ജിത് പവാഡിയ ഇതിന് മുന്നത്തെ നാർക്കോട്ടിക്സ് കമ്മീഷണർ ആയിരുന്നു. അപ്പം പ്രൊമോഷൻ ആണ് ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 83rd question. 83ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ കൊളാബറേഷൻ വിത്ത് ദ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI, which bank has launched a facility for linking UPI ID with digital wallet? കൊള്ളാല്ലേ, ഡിജിറ്റൽ വാലറ്റുമായിട്ട് UPI ലിങ്ക് ചെയ്യുന്നു, എന്നിട്ട് അതിനെ പോക്കറ്റ്സ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു. പോക്കറ്റ്സ് ആപ്പ്. അപ്പൊ പോക്കറ്റ്സ് ആപ്പ് ഏത് ബാങ്കിന്റെ ആണെന്ന് അങ്ങ് പഠിച്ചാൽ മതി, വേറെ ഇത്ര ലെങ്തി ഉള്ള ക്വസ്റ്റ്യൻ ഒന്നും നോക്കണ്ട. ആൻഡ് ബിക്കം ദ ഫസ്റ്റ് ടു ലിങ്ക് ഇ വാലറ്റ് വിത്ത്, ആദ്യത്തെ UPI ഡിജിറ്റൽ വാലറ്റ് ലിങ്കിങ് ആണ്. അപ്പൊ പോക്കറ്റ്സ് ആപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ആരുമായിട്ടുള്ള കൊളാബറേഷൻ, ഏത് ബാങ്കിന്റെ ആണെന്ന് അങ്ങ് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ICICIയുടെ പോക്കറ്റ് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ICICIയുടെ ആണ് ഈ ഒരു പോക്കറ്റ്സ് ആപ്പ്. നമ്മുടെ വാലറ്റും അതേപോലെ തന്നെ UPI IDയുമായിട്ട് ചെറിയ ഡെയിലി ട്രാൻസാക്ഷൻസ് ഈസി ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോക്കറ്റ്സ് ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. സോ പോക്കറ്റ്സ് ആപ്പ് റിലേറ്റഡ് ടു ICICI. പോക്കറ്റ് ആപ്പ് റിലേറ്റഡ് ടു ICICI. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 84th question. ഇതാണ് 84ാമത്തെ ക്വസ്റ്റ്യൻ. The Sehat OPD portal has been launched by the government to provide telemedicine service to whom? ആർക്ക് ടെലിമെഡിസിൻ സർവീസ് കൊടുക്കാനായിട്ടാണ് ഈ സെഹാറ്റ് OPD പോർട്ടൽ ഈ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പൊ ഈ സെഹാറ്റ് OPD പോർട്ടൽ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖമില്ല. അതെന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും. സർവീസസ് ഇ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് ടെലി കൺസൾട്ടേഷൻ. ഇതാണ് സർവീസസ് ഇ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. അതാണ് സെഹാറ്റ് OPD എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇത് കൊടുക്കുന്നത് ആർക്കാണ് എന്നാണ് ചോദ്യം. ആംഡ് ഫോഴ്സസിനാണ് ആയിട്ടാണ് ഈ ഒരു ഗവൺമെന്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ടെലിമെഡിസിൻ സർവീസ് കൊടുക്കുന്നത് ആർക്കാണ്? ആംഡ് ഫോഴ്സസിനാണ്. ഇത് ലോഞ്ച് ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ്. ഓക്കെ, രാജ്നാഥ് സിംഗ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പൊ ആംഡ് ഫോഴ്സസിന് ടെലിമെഡിസിൻ സർവീസ് കൊടുക്കാനായിട്ടാണ് ഈ സെഹാറ്റ് OPD പോർട്ടൽ ലോഞ്ച് ചെയ്തതെന്നുള്ളത് പഠിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 85th question. Which state has appointed guardian ministers to oversee implementation of central and state government policy decisions, administrative reforms and other welfare schemes in all the 34 districts of the state? ആ സംസ്ഥാനത്തെ 34 ഡിസ്ട്രിക്റ്റിലും വെൽഫെയർ സ്കീംസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, പോളിസി ഡിസിഷൻ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ, ഇതിനെയെല്ലാം ഓവർസീ ഇംപ്ലിമെന്റേഷൻ ചെയ്യാനായിട്ട് ഗാർഡിയൻ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു.
അപ്പൊ ഈ ഒരു ഗാർഡിയൻ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തത് ഏത് സംസ്ഥാനമാണ്? ആസാമാണ്. ആസാമിന്റെ CM ആണ് ആര്? നേരത്തെ നമ്മൾ പറഞ്ഞ ഹിമാന്ത ബിശ്വ ശർമ്മ. ആരാ അദ്ദേഹം? വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ഓർമ്മയുണ്ടോ? ഹിമാന്ത ബിശ്വ ശർമ്മ, അദ്ദേഹമാണ് ആസാമിന്റെ CM. അപ്പൊ ഹിമാന്ത ബിശ്വ ശർമ്മയുടെ ന്യൂസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ബാഡ്മിന്റൺ അസോസിയേഷൻ അല്ലെ, ഇന്ത്യയുടെ പ്രസിഡന്റും അതേപോലെയാണ് വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷന്റെ കൗൺസിലിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ട ന്യൂസ് ഓർത്തിരിക്കുക. അപ്പൊ ഇതെന്താണ് സംഭവം? ഗാർഡിയൻ മിനിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നത് ആരാണ്? ആസാമാണ്. ഗാർഡിയൻ മിനിസ്റ്റേഴ്സ് ആസാം. ആസാമിന്റെ ഗാർഡിയൻസ് എന്ന് പഠിക്കുക. ആസാം എപ്പോഴും ലഹളയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ആസാമിന്റെ ഗാർഡിയൻസ് എന്നുള്ള രീതിയിൽ പഠിക്കുക. ഗാർഡിയൻ മിനിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നത് ആസാമാണെന്ന് പഠിക്കുക. ആസാമിന്റെ CM ആണ് ആര്? ഹിമാന്ത ബിശ്വ ശർമ്മ. Okay, so let's go to 86th question. 86ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which among these scientists has been conferred with the international ENI award? ഇന്റർനാഷണൽ ENI അവാർഡ് എന്നും പറയാം, എങ്ങനെ വേണേലും പറയാം. എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുക. ഇന്റർനാഷണൽ ENI അവാർഡ് നേടിയത് ഇതിൽ ഏത് സയന്റിസ്റ്റിനാണ് എന്നാണ് ചോദ്യം. The right answer is CNR റാവു. അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ഭാരത് രത്ന അവാർഡിയാണ്. CNR റാവു. അപ്പൊ അദ്ദേഹത്തിനാണ് ഈ ഒരു അവാർഡ്, ഇന്റർനാഷണൽ ENI അവാർഡും കിട്ടിയിരിക്കുന്നത്. ഈ ഇന്റർനാഷണൽ ENI അവാർഡിനെ നമ്മൾ വേറൊരു പേര് പറയും, നോബൽ പ്രൈസ് ഫോർ എനർജി റിസർച്ച് എന്ന് പറയും. നോബൽ പ്രൈസ് ഫോർ എനർജി റിസർച്ച്. അപ്പൊ ഈ ഒരു അവാർഡ്, ENI അവാർഡ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? CNR റാവുവിനാണ്. ഈ ഒരു ENI എന്നുള്ളത് അവിടുത്തെ ഒരു ഇറ്റാലിയൻ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ്. അവർ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഇന്റർനാഷണൽ ENI അവാർഡ് 2020 എന്ന് പറയുന്നത്. ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്, ഭാരതരത്ന അവാർഡിയാണ് ആര്? CNR റാവു. ഓർത്തിരിക്കുക, ഇന്റർനാഷണൽ ENI അവാർഡ് അല്ലെങ്കിൽ നോബൽ പ്രൈസ് ഫോർ എനർജി റിസർച്ച് ആർക്കാണ് കിട്ടിയത്? CNR റാവുവിനാണ്. സോ ലെറ്റ്സ് ഗോ ടു 87th question. Name the female IAF officer who has become the first woman flight test engineer in India. അപ്പം ഫീമെയിൽ IAF ഓഫീസർ ആരായി? ഫസ്റ്റ് വുമൺ ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയർ ഓഫ് ഇന്ത്യ. അപ്പം ആളുടെ പേരാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ആശ്രിത വി ഒലെറ്റി. അതെങ്ങനെ വേണേ വായിക്കാം, ആശ്രിത വി ഒലെറ്റി. അപ്പം ഇതാണ് ഫസ്റ്റ് വുമൺ ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയർ ഓഫ് ഇന്ത്യ. IAF ഓഫീസർ ആണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷീ ഹെയിൽസ് ഫ്രം കർണാടക എന്നും പറയുന്നുണ്ട്. ഓക്കെ, കർണാടകയിൽ നിന്നുള്ളതാണ് ആശ്രിത വി ഒലേറ്റി. അദ്ദേഹം IAF ഓഫീസർ ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് വുമൺ ഫ്ലൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയർ ഓഫ് ഇന്ത്യ ആണ് ആശ്രിത വി ഒലേറ്റി എന്നുള്ളത്. അപ്പൊ പേര് മറക്കാതിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 88th question. ഇതാണ് 88ാമത്തെ ക്വസ്റ്റ്യൻ. The May 28 is dedicated to commemorate the formation of which of these international organization? മെയ് 28 എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആംനസ്റ്റി ഇന്റർനാഷണൽ ഓർമ്മ വരണം. മെയ് 28 കേൾക്കുമ്പോൾ തന്നെ ഏത് പേര് ഓർമ്മ വരണം? ആംനസ്റ്റി ഇന്റർനാഷണൽ ഓർമ്മ വരണം. ആംനസ്റ്റി ഇന്റർനാഷണൽ ഫോർമേഷൻ ഉള്ളത് മെയ് 28 എന്ന് പറയുന്ന ഡേറ്റിലാണ്. അതിന്റെ കോമെമ്മറേഷൻ ഡേ ആണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കോമെമ്മറേഷൻ ഡേ ആണ് മെയ് 28 എന്ന് പറയുന്നത്. അപ്പൊ ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, മെയ് 28. ഓക്കെ, so let's go to 89th question. Bashar al-Assad is the president of which country who has been reappointed for the 4th straight term recently? എന്താ ന്യൂസിൽ പറഞ്ഞേക്കുന്നത്? ബഷാർ അൽ ആസാദ് എന്ന് പറയുന്നത് ഏത് കൺട്രിയുടെ പ്രസിഡന്റ് ആണ്? 4ാമത്തെ സ്ട്രേറ്റ് ടേം ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പം കൺട്രി ഏതാണ്? സിറിയ ആണ്. സിറിയയുടെ പ്രസിഡന്റ് ആണ് ബഷാർ അൽ ആസാദ് എന്ന് പറയുന്നത്. അപ്പൊ ബഷാർ അൽ ആസാദ് റിലേറ്റഡ് ടു സിറിയ, സിറിയയുടെ പ്രസിഡന്റ് ആണ്. സിറിയയുടെ ക്യാപിറ്റൽ അറിയാമല്ലോ, ഡമാസ്കസ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഈസ് ഡമാസ്കസ്. ഡമാസ്കസ് ആണ് സിറിയയുടെ ക്യാപിറ്റൽ. അതേപോലെ തന്നെ കറൻസി പൗണ്ട് ആണ്, സിറിയൻ പൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ബഷാർ അൽ ആസാദ് ആണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, അല്ല പ്രസിഡന്റ്, സോറി, പ്രൈം മിനിസ്റ്റർ അല്ല പ്രസിഡന്റ്. സോ ലെറ്റ്സ് ഗോ ടു 90th question. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Government has constituted a panel of state ministers for better valuation of services of casinos, online gaming portal and race courses companies for GST. GST-ലേക്ക് race courses companies, online game portal services and casinos ഇതിന്റെയൊക്കെ വാല്യുവേഷന് വേണ്ടിയിട്ടും ബെറ്റർ വർക്കിങ്ങിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് ഒരു പാനൽ, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിന്റെ ഒരു പാനൽ ക്രിയേറ്റ് ചെയ്തു. ഹു ഈസ് ദ ഹെഡ് ഓഫ് ദിസ് പാനൽ? ആരാണ് ഈ ഒരു പാനലിന്റെ ഹെഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് ആലോചിക്കണം. കാസിനോസ്, ഓൺലൈൻ ഗെയിമിംഗ് പോർട്ടൽ,
റേസ് കോഴ്സസ് കമ്പനീസ്, ഇതിന് GST വേണ്ടിയിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഡെവലപ്പ് ചെയ്തത് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിന്റെ കമ്മിറ്റിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഹെഡായിട്ട് വന്നിരിക്കുന്നത് ഗുജറാത്ത് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ പട്ടേൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു 7 മെമ്പർ കമ്മിറ്റിയാണ്. 7 മെമ്പർ കമ്മിറ്റിയാണ്. ഓൺലൈൻ ഗെയിമിംഗ് പോർട്ടൽ, കാസിനോസ്, കോഴ്സുകൾ ആൻഡ് GST വേണ്ടിയിട്ടുള്ള ബെറ്റർ വാല്യുവേഷനും സർവീസസിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാനൽ, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിന്റെ പാനൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ഹെഡാണ് ആര്? നിതിൻ പട്ടേൽ. നിതിൻ പട്ടേൽ ആരാണ്? ഗുജറാത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആണ്, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 91st ക്വസ്റ്റ്യൻ. TriFed has collaborated with Niti Aayog to implement One Dhan Yojana scheme in the tribal aspirational district identified by Niti Aayog. അപ്പോൾ വൺ ധൻ യോജന സ്കീം ട്രൈഫെഡും നിതി ആയോഗും കൂടി ചേർന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് വൺ ധൻ യോജന സ്കീം. ഇത് എന്താണ്? ട്രൈബൽ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്, നിതി ആയോഗ് ഐഡന്റിഫൈ ചെയ്ത ട്രൈബൽ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിൽ നടപ്പാക്കാനാണ് ഈ വൺ ധൻ യോജന സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ചോദ്യം, ഹൗ മെനി ട്രൈബൽ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് ആർ ദെയർ പ്രസന്റ്ലി? എത്ര ട്രൈബൽ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് ഉണ്ട് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് 39. 39 ട്രൈബൽ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് ആണ് ഇപ്പോൾ പ്രസന്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 92nd ക്വസ്റ്റ്യൻ. Name the woman mountaineer who has recently created historic record of world fastest ascent of Everest by a woman. ഒരു വുമന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള എവറസ്റ്റ് അസെന്റ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത ആ വുമൻ മൗണ്ടനിയറിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് സാങ് യിൻ ഹുങ്. സാൻ യിങ് ഹുങ് എങ്ങനെ വേണേലും വായിക്കാം, പഠിച്ചിരുന്നാൽ മതി. ഇത് ഹിസ്റ്ററിയാണ്. എന്താണ് സംഭവം? ഫാസ്റ്റസ്റ്റ് അസെന്റ് ഓഫ് എവറസ്റ്റ് ബൈ എ വുമൺ. അപ്പൊ ആ വുമൻ മൗണ്ടനിയറിന്റെ പേരാണ് സാൻ യിങ് ഹുൻ. TSANG ആണ് സാങ് എന്ന് വായിക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 93rd ക്വസ്റ്റ്യൻ. Who has acquired a majority stake in the online grocery Big Basket? Big Basket എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, ഓൺലൈൻ ഗ്രോസറി ആണ്. ഈ ബിഗ് ബാസ്കറ്റിനെ അക്വയർ ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. മറ്റാരുമല്ല, ടാറ്റ ഡിജിറ്റൽ ആണ്. ഓക്കെ, ടാറ്റ ഡിജിറ്റൽ ആണ് ബിഗ് ബാസ്കറ്റിനെ അക്വയർ ചെയ്തിരിക്കുന്നത്. മുഴുവൻ ഷെയറും എല്ലാം മെജോറിറ്റി സ്റ്റേക്ക് ആണ്. 64% അക്വയർ ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ഗ്രോസറി ആയിട്ടുള്ള ബിഗ് ബാസ്കറ്റിനെ അക്വയർ ചെയ്ത ആരാണ്? ടാറ്റ ഡിജിറ്റൽ ആണ്. ടാറ്റ ഡിജിറ്റൽ 64% ഷെയർ മാത്രമാണ് അവർക്ക് അക്വയർ ചെയ്യാൻ കഴിഞ്ഞത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 94th ക്വസ്റ്റ്യൻ. Which organization developed isothermal forging technology to manufacture parts of aero engine? Aero engine parts manufacture ചെയ്യാനായിട്ട് isothermal forging technology develop ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ് എന്നാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ DRDO ആണ്, പക്ഷെ DRDOയുടെ DMRL എന്ന് പറയുന്നതാണ്. അപ്പൊ എന്താണ് DMRL? DRDOയുടെ ഒരു ആം ആണ് DMRL എന്ന് പറയുന്നത്. ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നാണ് DMRL പറയുന്നത്. ഡിഫൻസ് മെറ്റലർജിക്കൽ, അതാണ് ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി. ഹൈദരാബാദിലാണ് ഇതിന്റെ ഇതുള്ളത്, ഹൈദരാബാദ്. അപ്പൊ ഇവരാണ് എന്ത്, ഈ ഒരു ഐസോതെർമൽ ഫോർജിങ് ടെക്നോളജി, എയറോ എഞ്ചിന്റെ പാർട്സ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് DRDOയുടെ DMRL ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 95th ക്വസ്റ്റ്യൻ. Which state announced to form a secretary level committee to recommend the guidelines to implement smart kitchen scheme? Smart kitchen scheme guidelines implement ചെയ്യാനായിട്ട് ഒരു സെക്രട്ടറി ലെവൽ കമ്മിറ്റി അനൗൺസ് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ് എന്നാണ് ചോദ്യം. കേരള ആണ് ഈ ഒരു സ്റ്റേറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ വിമൻസിന് ഒരു ലോൺ ഓഫർ ചെയ്യുന്നതാണ്. കിച്ചൺ റീഫർബിഷ് ചെയ്യാനായിട്ട് ഒരു ലോൺ ഓഫർ ചെയ്യുന്ന സ്കീമാണ് ഈ സ്മാർട്ട് കിച്ചൺ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അത് ലോഞ്ച് ചെയ്തത് കേരള ആണ്. പിണറായി വിജയൻ ആണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു 96th ക്വസ്റ്റ്യൻ. നെയിം ദ ന്യൂ PM സ്കീം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ മെന്ററിംഗ് യങ് ഓതേഴ്സ്. യങ് ഓതേഴ്സിനെ മെന്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ സ്കീം ലോഞ്ച് ചെയ്തു. അപ്പൊ ആ ഒരു പ്രൈം മിനിസ്റ്റർ സ്കീമിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. യുവ എന്നാണ് അതിന്റെ പേര്. അപ്പൊ യങ് ഓതേഴ്സ്, 30 വയസ്സിന് താഴെയുള്ള ഓതേഴ്സിനെ കൃത്യമായി മെന്റർ ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രൈം മിനിസ്റ്റർ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രൈം മിനിസ്റ്റർ സ്കീമാണ്
യുവ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു 97th ക്വസ്റ്റ്യൻ. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ഗവൺമെന്റ് ന്യൂ സ്കീംസ്, those families who have lost their earning member due to COVID will be entitled to family pension under Employee State Insurance Corporation equivalent to -% of average daily wage drawn by the worker. അപ്പൊ COVID-19 കൊണ്ട് ഏതെങ്കിലും ഫാമിലിയിലെ ഏർണിംഗ് മെമ്പറിനെ നഷ്ടപ്പെട്ടവർക്ക് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ESICയുടെ ഒരു ഫാമിലി പെൻഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ബട്ട് അത് എന്താണ്? ഇക്വാലന്റ് ടു -% ഓഫ് ആവറേജ് ഡെയിലി വേജ്. ആവറേജ് ഡെയിലി വേജിന്റെ എത്ര ശതമാനം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 90% കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. 90% മാർക്ക് കിട്ടും ആ ഒരു ഫാമിലിക്ക് കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 98th question. Current Director of Intelligence Bureau, IB-യുടെ ഡയറക്ടർ, കറന്റ് ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ. അപ്പൊ ഇന്റലിജൻസ് ബ്യൂറോയുടെ കറന്റ് ഡയറക്ടർ അരവിന്ദ് കുമാർ ആണ്. ഓക്കെ, അരവിന്ദ് കുമാർ ആണ് DG of IB എന്ന് പറയുന്നത്. അപ്പം അരവിന്ദ് കുമാർ തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ വിങ് ഓഫീസർ ആയിട്ടുള്ള സാമന്ത് കുമാർ ഗോയൽ. അപ്പൊ ഇവരെ രണ്ടുപേരെയും എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ആണ് കറണ്ട് അഫയർ. അപ്പൊ സാമന്ത് കുമാർ ഗോയലിനെയും അരവിന്ദ് കുമാറിനെയും എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഇന്റലിജൻസ് ബ്യൂറോയുടെ കറന്റ് ഡയറക്ടർ ആരാണ്? അരവിന്ദ് കുമാർ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 99th question. Fake Buster is a unique facial detector tool launched by which institution to prevent imposters from attending video conferencing and identify manipulated faces on social media. Social media യിലുള്ള manipulated facesനെ ഐഡന്റിഫൈ ചെയ്യാനും ഇമ്പോസ്റ്റേഴ്സിനെ പ്രിവെന്റ് ചെയ്യാനുമായിട്ട് ഒരു ഫേക്ക് ബസ്റ്റർ എന്ന് പറയുന്ന യുണീക് ഫേഷ്യൽ ഡിറ്റക്ടർ ടൂൾ ഇത് ലോഞ്ച് ചെയ്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നാണ് ചോദ്യം. ഇത് IIT റോപ്പാർ ആണ് ഇത് ഈ ഒരു ഫേക്ക് ഡിറ്റക്ടർ ടൂള് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെന്തിനാണ്? സോഷ്യൽ മീഡിയയിലുള്ള മാനിപ്പുലേറ്റഡ് ഫേസസിനെ ഐഡന്റിഫൈ ചെയ്യാനും അതോടൊപ്പം പോസ്റ്റേഴ്സിനെ പ്രിവെന്റ് ചെയ്യാനും, വീഡിയോ കോൺഫറൻസിങ്ങിനുള്ള പോസ്റ്റേഴ്സിനെ പ്രിവെന്റ് ചെയ്യാനുമാണ് ഫേക്ക് ബസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഫേഷ്യൽ ഡിറ്റക്ടർ ടൂള് ആര് ലോഞ്ച് ചെയ്തത്? IIT റോപ്പാർ ലോഞ്ച് ചെയ്തത്. ഗോട്ട് ഇറ്റ്? സോ ലെറ്റ്സ് ഗോ ടു 100th question. ഇതാണ് 100th question. The Indian Broadcasting Foundation has announced to rename the organization due to the inclusion of digital platform under the scope. What will be the new name of IBF? അപ്പോൾ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ അവർ എന്ത് ചെയ്യുന്നു? പുതിയ ഒരു പേരിലേക്ക് അറിയപ്പെടുന്നു. IBFന്റെ പേര് മാറ്റുന്നു. അപ്പൊ ആ ഒരു പുതിയ പേര് എന്താണെന്നാണ് ചോദ്യം. പുതിയ പേര് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ എന്നാണ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ. അത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷൻ ആണ്. ആൻഡ് ഡിജിറ്റൽ എന്നുള്ളതാണ് ഇടയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ എന്നാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷന്റെ പുതിയ പേര്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ 100 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ 100 കറണ്ട് അഫയേഴ്സ് വീണ്ടും നോക്കുക, വീണ്ടും പഠിക്കുക, കൃത്യമായി ഓർത്തിരിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ വീണ്ടും 100 കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ SBI ക്ലർക്കിന്റെ മെയിൻസിനും IBPS RRB POയുടെ മെയിൻസിനും IBPS RRB ക്ലർക്കിന്റെ മെയിൻസിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു ഫോക്കസിൽ തന്നെ പഠിക്കുക. വരുന്ന എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.